ബഹുമാനപ്പെട്ട ഉസ്താദിനെ ആദരവുകൾ ക്ഷണിച്ചു കൊടുത്തു. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم اشرح صدري كما شرحت صدور الصالحين من عبادك اللهم اهد قلبي كما هديت قلوب الصالحين من عبادك اللهم سدد لساني كما سددت ألسنة الصالحين من عبادك بحق نبيك سيدنا محمد صلى الله عليه وسلم وبحق الصالحين من عبادك أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألف لام ميم را تلك آيات الكتاب المبين إنا أنزلناه قرآنا عربيا لعلكم تعقلون إنا نقص عليك أحسن القصص بما أوحينا إليك هذا القرآن وإن كنت من قبله لمن الغافلين إذ قال يوسف لأبيه يا أبت إني رأيت أحد عشر كوكبا والشمس والقمر رأيتهم لي ساجدين قال يا بني لا تقصص رؤياك على إخوتك فيكيدوا لك كيدا إن الشيطان للإنسان عدو مبين صدق الله مولانا العليم قال نبيكم صلى الله عليه وسلم الناس معادن كمعادن الذهب والفضة خيارهم في الجاهلية خيارهم في الإسلام يا لائمي في الهوى العذري معذرة مني إليك ولو أنصفت لم تلمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم عدتك حالي لا سري بمستتري عن الوشاة ولا داعي بمنسجم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ബഹുമാന്യരായ സദാതീങ്ങളെ, ബഹുമാന്യരായ ഉലമാക്കളെ, ഉമറാക്കളെ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരന്മാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സ
ഈ പരിശുദ്ധ ഹദറത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടിയതിനെ കബൂൽ ചെയ്യുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ശൈഖുകളുടെയും മറ്റ് മശായിഖന്മാരുടെയും ദുആഇൽ അല്ലാഹു നമ്മളെ എല്ലാവരെയും പങ്കാളികളാക്കുമാറാവട്ടെ. മഹ്ശറ വൻസബയിൽ അവരെ ശഫാഅത്ത് ലഭിക്കുന്നവരിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. വളരെ വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ ചെറിയ പ്രായത്തിൽ ഒന്നിലധികം പ്രാവശ്യം ഞാനിവിടെ സിയാറത്തിന് വന്നിട്ടുണ്ട്. അന്നിവിടെ ഉണ്ടായിരുന്നത് ഇത്ര നല്ല റോഡൊന്നുമില്ല. പിന്നെ മതിൽ കെട്ടി വേർതിരിച്ച പഴയ വെട്ടുകല്ല് കൊണ്ട് മതിൽ കെട്ടി വേർതിരിച്ചതായ ഒരു മഖാമാണ്. ആ സൈഡിലൂടെ താഴേക്കൊരു ചെറിയ റോഡും അത് കഴിഞ്ഞ് അപ്പുറത്തൊരു വെള്ളമുള്ള പുഴയും തോടും എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും. വാഹനങ്ങൾക്ക് ഇറങ്ങിപ്പോവാനാവാത്ത വിധം വളരെ കുത്തനെയുള്ള ഒരു റോഡായിരുന്നു, ചളി നിറഞ്ഞ. ഒരു മഴക്കാലമായതുകൊണ്ട് താഴേക്ക് പോവാനാവാതെ നടന്നു പോവുകയായിരുന്നു. ശരി, വാഹനം ഞാനിവിടെ നിർത്തിയിടുക ചെയ്തു. ബഹുമാനപ്പെട്ട ഹമീദാജി പ്രസംഗത്തിന് വേണ്ടി ക്ഷണിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു, ഇത്ര ദൂരെ വയത് പറയാൻ വേണ്ടി പോവുക എന്ന ഒരു കാര്യം ഇപ്പൊ കുറെ കാലമായിട്ട് നിർത്തിവെച്ചിരിക്കുകയാണ്. അതിന്റെ കാരണം ഒരു മുദർരിസിന് 50 മുതഅല്ലിമീങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് കിതാബ് ഓതി കൊടുക്കുന്നതിനേക്കാളും ഗുണകരമല്ല 8-10 മണിക്കൂർ യാത്ര ചെയ്ത് 1 മണിക്കൂർ പ്രസംഗിച്ച് വീണ്ടും 10 മണിക്കൂർ തിരിച്ച് യാത്ര ചെയ്യുക എന്ന സമയത്തെ വേസ്റ്റാക്കുക. അപ്പൊ അതുകൊണ്ട് പള്ളി ദർസുമായി ഒതുങ്ങിക്കൂടി അതുമായി മുഖാലക ചെയ്ത് കിതാബ് ഓതി കൊടുത്ത് അതിന്റെ പരിസരത്ത് എവിടെയെങ്കിലുമുള്ള 10-15 മിനിറ്റ് യാത്രക്കിടയിലുള്ള പ്രസംഗങ്ങളൊക്കെ സ്വീകരിക്കുക എന്നൊരു നയമാണ് കഴിഞ്ഞ ഒരു 2 വർഷമായി പൊതുരംഗത്ത് ഞാൻ സ്വീകരിച്ചിട്ടുള്ളത്. കാരണം ഇവിടെ പറയുന്ന ഇൽമിൽ അതിലേറെ കൂലിയാണല്ലോ ഉദു ചെയ്തിരിക്കുന്ന മുതഅല്ലിമിന്റെ മുമ്പിൽ പറയുന്നത്. നമ്മളെല്ലാവരും ഒരു കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാഹുവിന്റെ തൃപ്തിയാണ്. ജീവിതം വളരെ പരിമിതവും. ഹമീദാജി അങ്ങനെ പറഞ്ഞപ്പോഴേ ഒരു പൊതുപരിപാടിയിൽ പ്രസംഗിക്കാമെന്ന കാര്യം ഞാൻ ഏറ്റു. അതേപോലെ കഴിഞ്ഞ വർഷം നമ്മളെ ചെർക്കളത്തെ ഒരു പരിപാടിയിൽ അബ്ദുള്ള സാഹിബിന്റെ സ്നേഹപൂർവ്വമുള്ള ക്ഷണത്തിന് ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഇതൊരു നിയോഗമായി ഞാൻ മനസ്സിലാക്കി. ബഹുമാനപ്പെട്ട അല്ലാഹുവിന്റെ ആരിഫീങ്ങളുടെ ചില പ്രത്യേകതകൾ അതൊരു നല്ല രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് ഞാനിവിടെ ലക്ഷ്യമാക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഭാഗമുണ്ടെങ്കിൽ അവിടെ എഴുന്നേറ്റ് നിന്നാൽ മതി, എന്നിട്ട് ചോദിച്ചാൽ മനസ്സിലാകാത്ത ഏത് കാര്യമില്ല. ഒരു വാഴ്ന്നു പറഞ്ഞു മുസ്ലിയാർ എന്താ പറഞ്ഞത് മൊഴിയർക്ക് മനസ്സിലായിട്ടില്ല, താൻ എന്താ കേട്ടതെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകാതെ പിരിഞ്ഞു പോകുന്നതിൽ ഒരു കാര്യമില്ല. എന്താണ് അല്ലാഹുവിന്റെ ആരിഫീങ്ങളുടെ ലോകം? അല്ലെങ്കിൽ ആരാണ് അല്ലാഹുവിന്റെ ആരിഫ്? ഇത് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം. ഇവിടെ മറവ് ചെയ്യപ്പെട്ടവരുടെ പേര് വിവരങ്ങൾ അറിയാം. അത് അവർ പരസ്യപ്പെടുത്താത്തത് കൊണ്ട് നമ്മൾ പരസ്യപ്പെടുത്തുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല. എങ്കിൽ പോലും ഞാൻ പറഞ്ഞു വരുന്നത് ആരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ എന്നൊരു ചോദ്യം. അതൊരു വലിയ ചോദ്യം. അല്ലാഹുവിന്റെ വലിയിനെ കുറിച്ച് ആർക്കെങ്കിലും അറിയോ? അല്ലെങ്കിൽ അതറിയാനുള്ളതായ ബന്ധമെന്താണ്? ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു സയ്യിദുൽ വറാ ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുഹദ്റത്തിൽ ഈ ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട്.
ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിവായത്ത് ചെയ്യുന്ന പരിശുദ്ധ ഹദീസിൽ കാണുന്നത് സിർറുൻ ബൈനല്ലാഹി വ ബൈന അബ്ദി ലാ യത്തലിഉ അലൈഹി നബിയ്യുൻ മുർസലുൻ വലാ മലക്കുൻ മുഖറബ്. അല്ലാഹുവിന്റെയും അവന്റെ അടിമയുടെയും ഇടയിലുള്ള ദിവ്യമായ സ്നേഹത്തിന്റെ, പരിശുദ്ധമായ അനുരാഗത്തിന്റെ, പറഞ്ഞറിയിക്കാനറിയാത്ത അടുപ്പത്തിന്റെ, മറ്റാർക്കും മനസ്സിലാവാനാവാത്ത ഒരു രഹസ്യം അല്ലാഹുവിന്റെയും അല്ലാഹുവിന്റെ അടിമകളുടെയും ഇടയിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉണ്ടാക്കിയതായ ഒരു രഹസ്യം. ഈ രഹസ്യം ആർക്കറിയാമെന്ന ചോദ്യം ഉന്നയിക്കപ്പെടാനാവാത്ത വിധം നമ്മെ പഠിപ്പിച്ചത് അതെന്താണെന്ന് ഒരു മുർസലായ നബിക്കറിയില്ല, ഒരു മുഖറബായ മലക്കിനും അറിയില്ല. ഒരു മുർസലായ പ്രവാചകന്റെ മുൻപിലോ ഒരു മുഖറബായ മലക്കിന്റെ മുൻപിലോ താനും തന്റെ അടിമയും തമ്മിലുള്ള ബന്ധത്തിന്റെ രഹസ്യമെന്തെന്ന് ആകാശഭൂമികളുടെ പരിപാലകനും സൃഷ്ടാവുമായ സൃഷ്ടിജാലങ്ങളെ മുഴുവനും നിയന്ത്രിക്കുന്ന, ഈ കാണുന്ന സൃഷ്ടികളെ മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബുൽ ആലമീനായ അല്ലാഹു തആല ആ രഹസ്യം വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല. ഒരു മുർസലായ നബിക്കതറിയില്ല, ഒരു മുഖറബായ മലക്കിനും അറിയില്ല. അപ്പോ നബിമാർക്കറിയില്ലെന്നോ? അതെ. ബഹുമാനപ്പെട്ട ഖദർ അലൈഹിസ്സലാത്തു വസ്സലാം മൂസ അലൈഹിസ്സലാത്തു വസ്സലാമും തമ്മിലുള്ള ചരിത്രം പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിൽ പറയുന്നു. സൂറത്തുൽ കഹ്ഫ് തന്നെ ഒരു 10-40 ദിവസം വാഴ്ന്നു പറയാനുള്ള വിഷയമാണ്. എന്നാലും തീരില്ല. സൂറത്തുൽ കഹ്ഫിൽ വളരെ വ്യക്തമാണ്, സാധാരണക്കാരനല്ലല്ലോ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം, സാധാരണക്കാരനായ പ്രവാചകനാണ്. പ്രവാചകന്മാരിലോ ഒരുപാട് സ്ഥാനമേറിയ ഉലുൽ അസ്മി മിനർ റുസുലി എന്ന് പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. 4 വേദങ്ങൾ നൽകപ്പെട്ടതിൽ ഒന്നിനെ ഏറ്റെടുക്കാൻ അല്ലാഹു തിരഞ്ഞെടുത്തവരാണ്. മാത്രമല്ല, മറയില്ലാതെ റബ്ബ് സംസാരിച്ചു എന്ന് സംസാരിച്ച മൂസ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വളരെ ഉയർന്ന ദറജയുള്ള ആളാണ്. വളരെ ഉയർന്ന ദറജയുള്ള അമ്പിയാക്കളുടെ കൂട്ടത്തിൽപ്പെട്ട മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഖദർ അലൈഹിസ്സലാത്തു വസ്സലാമിനെ മനസ്സിലായില്ല എന്ന് മാത്രമല്ല, മനസ്സിലാക്കാൻ പലതുണ്ടാവാം. പക്ഷേ ഖദർ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രവർത്തനത്തെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ശക്തമായി ഖണ്ഡിച്ചിട്ടുണ്ട്. അഖതൽത നഫ്സൻ ബിഗൈരി നഫ്സ് ലഖദ് ജിഅത ശൈഅൻ ഇംറ. എന്തൊരു തോന്നിവാസാണ് നിങ്ങൾ ഈ ചെയ്തത്. ഒരു നിഷ്കളങ്കനായ മനുഷ്യനെ വെറുതെ വെട്ടിക്കൊല്ലാൻ പറ്റുമോ? കടലിന്റെ അഴികളിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം യാത്രക്കാരുള്ള ഒരു കപ്പലിന്റെ പലകയെ കുത്തിയിളക്കി അതിലേക്ക് വെള്ളം കയറ്റിയപ്പോൾ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഖദർ നബിയെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഈ ചെയ്യുന്നത് വല്ലാത്തൊരു കുറ്റമാണ്. ആ വെള്ളത്തിലുള്ള മനുഷ്യർ, കപ്പലിലുള്ള മനുഷ്യർ കരകാണാത്ത കടലിൽ താഴ്ന്നുപോയി മയ്യത്തായി പോകുന്ന കാര്യമല്ലേ നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾ എന്തോ ഒരു വല്ലാത്ത കുറ്റമാണ് ചെയ്യുന്നത്. കണ്ടോ, മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഖദർ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് തർക്കിക്കുന്നു. ഈ സംഭവത്തെ ഫത്ഹുൽ ഖദീറിൽ സയ്യിദി ഗൗസുൽ ആദം ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്
ദാർശനികമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. സമയം കിട്ടുകയാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പൊ നമ്മളെ പോയിന്റ് ഇതാണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന, ഇന്നും ജീവിച്ചിരിപ്പുള്ള, അവിടത്തെക്കാളും ഒരുപാട് സ്ഥാനം താഴ്ന്ന, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനേക്കാളും ഒക്കെ സ്ഥാനം കുറവുള്ള ഖദർ അലൈഹിസ്സലാത്തു വസ്സലാമിനെ മൂസാ നബിക്ക് മനസ്സിലായിട്ടില്ല. മനസ്സിലായില്ലേ? ഇതാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഒരു മുർസലായ നബിക്കും ആരിഫ് ആരാണെന്ന് മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ടല്ലേ പിരിഞ്ഞു പോകുന്ന സമയം ബഹുമാനപ്പെട്ട ഖദർ അലൈഹിസ്സലാത്തു വസ്സലാം മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞത്, സഉനബ്ബിഉക ബിതക്ബീരി മാ ലം തസ്തതി അലൈഹി സുബ്റ. ഒരു രൂക്ഷമായ ഭാഷയാണ് അതിലെ ഗ്രാമർ നോക്കിയാൽ. സംഭവം നിങ്ങൾ പ്രവാചകനാണ്, ഉൽ അസ്മി മിനർ റുസുലാണ്, കിതാബിനെ നൽകപ്പെട്ടവരാണ്, അല്ലാഹു റബ്ബുൽ ഇസ്സ നേരിട്ട് സംസാരിച്ചവരാണ്, അല്ലാഹുവിന്റെ ദിവ്യപ്രകാശത്തെ നേരിട്ട് കാണാൻ ഭാഗ്യം സിദ്ധിച്ച മഹാനാണ്. അത്രയും ഉയർന്ന സ്ഥാനമുള്ള കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് മനസ്സിലാകാത്ത കാര്യത്തെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഖദർ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, സഉനബ്ബിഉക ബിതക്ബീരി മാ ലം തസ്തതി അലൈഹി സബ്റ. ക്ഷമിച്ചാൽ സ്വയം മനസ്സിലാകുന്നത്, ക്ഷമകേടെന്ന മാനുഷിക വികാരം നിങ്ങൾക്ക് വന്നപ്പോൾ മനസ്സിലാകാതെ പോയത് ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം. ഇവിടെ വിശദീകരണം ആവശ്യമുള്ള കാര്യമാണെന്നല്ല ഖദർ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു വെച്ചത്. മറിച്ച്, ഓ കലീമുല്ലാഹ്, അങ്ങ് ക്ഷമാപൂർവം നിന്നിരുന്നെങ്കിൽ, ക്ഷമ എന്ന ത്വരീഖിന്റെ മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ, ക്ഷമകേട് അങ്ങേക്കില്ലാതിരുന്നുവെങ്കിൽ അങ്ങേക്ക് ഈ കാര്യം ശരിക്കും ബോധ്യമാകുമായിരുന്നു. ക്ഷമയങ്ങോട്ട് നഷ്ടപ്പെട്ടതുകൊണ്ട്, ക്ഷമയില്ലാതെ ആയിപ്പോയതുകൊണ്ട്, പറയാൻ ഞാൻ തയ്യാറാണ്. എന്നിട്ട് ഓരോന്നിങ്ങനെ വിളിച്ചു മനസ്സിലാക്കി. എന്തുകൊണ്ട് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ നമ്മളാരും അറിയുന്നില്ല എന്ന് വെച്ചാൽ അതെങ്ങനെയാ അറിയാന്നല്ല ചോദ്യം. അറിയില്ല. മനസ്സിലാവുണ്ടോ? പിന്നെ നമ്മളെ ആയത്തും ഹദീസും മാത്രം വായിച്ച് അർത്ഥം വെക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ നമ്മളെ ചെറുപ്പത്തിലൊന്നും ഈ ഖുർആൻ പ്രഭാഷണം എന്നൊരു പരിപാടി ഇല്ല. എനിക്ക് 10-42 വയസ്സായിട്ടു. വലിയ പ്രായത്തിലോ പ്രസംഗിക്കാനുള്ള വിഷയം ഫിഖ്ഹാണ്. നിങ്ങളാരെയും കാലത്തുണ്ട്? അയാളെ കാലത്തുണ്ട്. ഇപ്പൊ ഖുർആൻ പ്രഭാഷണം നടക്കുന്നുണ്ട്, ഖുർആൻ പരിഭാഷ നടക്കുന്നുണ്ട്. ഞാൻ ഓർത്തുക കേരളത്തിന്റെ അനുഗ്രഹമായ വലിയ പണ്ഡിതൻ ഖുർആൻ പരിഭാഷ എന്നൊരു സ്വഭാവം വന്നപ്പോഴേ അത് ഹറാമാണെന്ന് പറഞ്ഞു. ഖുർആൻ പരിഭാഷപ്പെടുത്തൽ ഹറാമാണ്. ഖുർആൻ വ്യാഖ്യാനം എഴുതിയാൽ മതി. ഖുർആൻ പദാനുപദമായി മറ്റൊരു ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്താൻ പറ്റില്ല എന്ന് ഉറച്ചു സംസാരിച്ചു അന്നത്തെ ഇസ്ലാമിക ലോകം എങ്ങനെ പണ്ഡിതന്മാർ എങ്ങനെയാണ്? അവർ അഭിപ്രായം തുറന്നു പറയും. അവർക്ക് ഈ സംഘടനാ ചട്ടക്കൂടുകളൊന്നും ബാധകമല്ല. ഇൽമിനെ പിടിച്ചു കെട്ടാൻ ഒരു സംഘടനക്കും കഴിയില്ല. അവരത് പറയും. ഒരേ ഉസ്താദും ശിഷ്യനും തമ്മിൽ പൊതുവേദിയിൽ വാദപ്രതിവാദം ഉണ്ടായിട്ടുണ്ട്. ഒരു ഉസ്താദിന്റെ 2 ശിഷ്യന്മാർ തമ്മിൽ വാദപ്രതിവാദം ഉണ്ടായിട്ടുണ്ട്. എങ്ങനെ? ബഹുമാനപ്പെട്ട അത് 2 സംസ്ഥാന പ്രസിഡന്റുണ്ട്. ഒരാൾ അക്കാലത്തെ പ്രസിഡന്റായി, മറ്റൊരാൾ പിൽക്കാലത്തെ പ്രസിഡന്റായി. വൈസ് പ്രസിഡന്റും പ്രസിഡന്റും തമ്മിൽ പൊതുവേദിയിൽ വാദപ്രതിവാദം. ആ കൂട്ടത്തിൽ ഒരാളായിരുന്നു പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ, മുസാഫറ മെമ്പറും കാര്യമായ നേതാവായിരുന്നു. അദ്ദേഹത്തിന്റെ ഉസ്താദ് വായക്കാടൻ ഉസ്താദാണ്. വായക്കാടൻ മുസ്ലിയാർ എന്നറിയപ്പെടുന്ന ഉസ്താദാണ് അദ്ദേഹത്തിന്റെ ഉസ്താദ്. അതേ ഉസ്താദിന്റെ മറ്റൊരു ശിഷ്യനാണ് ബഹുമാനപ്പെട്ട റഈസുൽ മുഹദ്ദിഖീൻ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ.
ഇവര് രണ്ടുപേരും ഇസ്മുൽ ജലാലിയത്ത് എങ്ങനെ ഉച്ചരിക്കണം എന്ന വിഷയത്തിൽ പരസ്യമായ വാദപ്രതിവാദം ഉണ്ടായിട്ടുണ്ട്. മനസ്സിലാണ്ടോ പറയേണ്ടത്? ഇതിന്റെ പേരിൽ ഇവിടെ ആരും 2-3 പക്ഷം ഉണ്ടാക്കിയിട്ടില്ല. അത് കഴിഞ്ഞ് അവർ പോയി. അതിന്റെ പേരിൽ ഇവിടെ കൊലപാതകങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല, അടിപിടികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല, പ്രയാസങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എന്താ കാര്യം? അന്നത്തെ പണ്ഡിതന്മാർക്കും സമൂഹത്തിനും ഒരു പക്വത ഉണ്ടായി. മനസ്സിലാണ്ടോ? മനസ്സിലാവില്ലേ? ഈ തർക്കം, ചെറിയ തർക്കങ്ങൾക്ക് വരുമ്പോഴേക്ക് ഭയങ്കര സംഭവം ഉണ്ടാക്കലൊക്കെ ഇപ്പോഴത്തെ കാലത്താണ്. ക്യാൻവാസ് ചെയ്യുക, സ്വന്തം പക്ഷത്ത് 10 ആളെ കൂട്ടാൻ നോക്കുക, അങ്ങനെ ഉള്ളത് ഉലമാക്കന്മാർക്കിടയിൽ ഉണ്ടാവാൻ പാടില്ലാത്ത പ്രവണത വന്നത് ആലിമിലുള്ള ചില ഗുണങ്ങൾ ഇവർക്ക് ഇല്ലാത്തതുകൊണ്ടാണ്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ ഖുർആൻ പരിഭാഷയെ പാടില്ലെന്ന് പറഞ്ഞു. ഇപ്പൊ കണ്ടോ നിങ്ങള്, ഖുർആനിൽ 180 സ്ഥലത്ത് ജിഹാദിനെ പറ്റി പറയുന്നു. എത്ര സ്ഥലത്ത്? 100 ഉണ്ടോ? യാ അയ്യുഹൻ നബി വഹജ്ജിൽ മുഅ്മിനീന അലൽ ഖിതാൽ. ഓ പ്രഭു, അവിടുന്ന് മുഅ്മിനീങ്ങളോട് യുദ്ധം ചെയ്യാൻ ആവശ്യപ്പെട്ടാലും നബിയെ. മനസ്സിലാണ്ടോ പറയണേ? ഈ ആയത്തിനെ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ തർജ്ജമ നടത്തിയിട്ട് ഇസ്ലാം ഒരു തീവ്രവാദ പ്രസ്ഥാനമാണെന്ന് പ്രചരിപ്പിക്കാൻ വേണ്ടി മറുകക്ഷികൾക്ക് സാധ്യമായത് പരിശുദ്ധ ഖുർആനിന്റെ പദാനുപദ പരിഭാഷ ഉൽപ്പതിഷ്ണുക്കൾ എന്ന് സ്വയം പറയുന്ന ചിലർ അബദ്ധം ചെയ്തത് കൊണ്ടാണ് ഈ സമുദായം മൊത്തം വിമർശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ജിഹാദിനെ പറ്റി 180 സ്ഥലത്ത് പ്രതിപാദിക്കുന്നുണ്ടെങ്കിൽ ജിഹാദ് എന്ന സാങ്കേതിക പദത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് പറയേണ്ടത് മദ്ഹബിലെ ഇമാമികളാണ്. അത് ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫത്തുൽ കുഫി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഇമാം അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ മഹാധനന്മാരായ മുജ്തഹിദിന്റെ ഇമാമികളും അവരെ വ്യാഖ്യാനിക്കുന്ന അവരുടെ മദ്ഹബിലെ അസ്ഹാബുൽ വുജൂഹും അതിനുശേഷം വന്നതായ തർജീഹിന്റെ മുജ്തഹിദീങ്ങളായ ഇമാമുമാരും അങ്ങനെ റാജിഹ് മർജൂഹുകളെ വിശദീകരിക്കുന്ന പണ്ഡിതന്മാരും അവരാണ് ജിഹാദ് എന്ന സാങ്കേതിക പദത്തിന്റെ അർത്ഥം വിശദീകരിക്കേണ്ടവർ. അത് അഫ്ദൽ ഉലമക്കാരായ ചില ആളുകൾ അല്ലെങ്കിൽ അയോഗ്യരായ ചില ആളുകൾ മലയാളത്തിൽ വ്യാഖ്യാനം എഴുതിയപ്പോ ഇപ്പൊ കോടതികളുടെ മുമ്പിലൊക്കെ വരുന്ന ജിഹാദ് കണ്ടോ, അതേതാ? അത് ഈ ശംസുൽ ഉലമ എന്ന് പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ ഈ അപകടം ഉണ്ടാവില്ലേ? മനസ്സിലാണോ പറയണേ? നിങ്ങൾ പഴഞ്ചൻ എന്ന് പറഞ്ഞു, ചിലർ പഴഞ്ചൻ എന്ന് വിളിച്ചു, ചിലർ മനസ്സിലാക്കി മുർക്കാറിൽ നിന്ന് ഒരു കള്ളിക്കുപ്പായവും ധരിച്ച് തുണിയും ധരിച്ച് നീളമുള്ള ദുബയും തസ്ബീഹുമാലയുമായി വരുന്ന പടുബുദ്ധനായ ഈ പണ്ഡിതൻ എന്ത് മനസ്സിലാവാനാണ് എന്ന് ചിലർ ചിന്തിച്ചു. ഇപ്പൊ ലോകം അങ്ങോട്ട് ഇങ്ങനെ പോവാണ്. ഇപ്പൊ ചില ആളുകൾ ഇങ്ങനെ ഓടി വരും, വ്യാഖ്യാനം നീ എന്താ ചെയ്യാ, കോടതി കേസ് ഇറക്കേണ്ടവർക്ക്. അപ്പൊ അതിന് ആയത്തിനെ നേരിട്ട് വിശദീകരിച്ച ഒരാൾ ഇന്ത്യയിൽ തന്നെ കാണാനില്ല. അയാൾ ഡോക്ടർ സാക്കിർ നായിക്. മനസ്സിലാണോ? നേരിട്ട് വിശദീകരിച്ചു. ഇയാൾ പറഞ്ഞല്ല, അയാൾ തെളിവില്ല. ഇയാളെ മുമ്പ് ഒരാൾ പറഞ്ഞിട്ടില്ല, അയാൾക്ക് ശേഷം ഒരാൾ പറയാത്ത വ്യാഖ്യാനം പറഞ്ഞപ്പോ അയാൾ കുടുങ്ങി. അപ്പോ സുന്നത്ത് ജമാഅത്തിന്റെ ഉസൂലിൽ നിന്നാണ് കാര്യങ്ങൾ പറയേണ്ടത്. ഖുർആൻ പ്രഭാഷണങ്ങൾ എന്ന് പറഞ്ഞ് ഫിഖ് പറയുകയാണെങ്കിൽ അഭിപ്രായസൊന്നുമില്ല. ഉദാഹരണം, പേര് ടെക്സ്റ്റൈൽസിന്റെ എല്ലാ പേരും കൂടി എഴുതാൻ പറ്റുള്ളൂ. ഉദാഹരണം നമ്മൾ പറയാം മഖാം ഉറൂസ് എന്നല്ല ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഹെഡിങ്ങിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. പക്ഷെ പ്രസംഗം എപ്പോഴും ഫിഖ് അധിഷ്ഠിതമായിട്ടുണ്ടാകണം, അല്ലെങ്കിൽ കിതാബിന്റെ ഇമാമിയങ്ങൾ പറഞ്ഞതനുസരിച്ചുണ്ടാകണം. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ എന്ന് പറഞ്ഞാൽ അറിയില്ല എന്ന് ഞാൻ പറഞ്ഞു, അതിന് ആയത്തും പറഞ്ഞു. ശറഹുൽ ഹികമിൽ ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി ഖദ്ദസല്ലാഹു സർറഹുൽ അസീസ്, ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി എന്ന് പറഞ്ഞാൽ ഖദ്ദസല്ലാഹു സർറഹു വലിയ സൂഫിയാണ്, വലിയ ആലിമാണ്, ഒരുപാട് കറാമത്തുകൾ വെളിപ്പെട്ട വലിയാണ്. മുഹമ്മദ് അൽ മർസി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്.
മുഹമ്മദ് അൽ മർസി തങ്ങളോ ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹസൻ അശ്ശാദുലി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിന്റെ ശിഷ്യനാണ്. ഇതിനൊരു പരമ്പര ആവശ്യമാണ്. ഞാൻ പറഞ്ഞുതരാം. മുഹമ്മദ് അൽ മർസി റളിയല്ലാഹു അൻഹു അവിടുത്തെ പ്രധാന ശിഷ്യന്മാര് രണ്ടാളുണ്ടായി. ഒന്ന് ബഹുമാനപ്പെട്ട താജുദ്ദീൻ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി ഖദ്ദസല്ലാഹു സിർറഹു. രണ്ടാമത്തതോ എക്കാലത്തെയും പ്രവാചക പ്രകീർത്തനത്തിന്റെ തലവൻ, അശ്കീങ്ങളുടെ രാജകുമാരൻ, എല്ലാ മൗലീദിന്റെ സദസ്സിലും പാടുന്ന, എല്ലാ വഅദിന്റെ സദസ്സിലും പാടിക്കൊണ്ടിരിക്കുന്ന ഖസീദത്തുൽ ബുർദയുടെ മുസന്നിഫായ ഇമാം ശറഫുദ്ദീൻ മുഹമ്മദ് അൽ ബൂസരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ആ കൂട്ടത്തിൽപ്പെട്ട ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു ശറഹുൽ ഹികമിൽ പറയുകയാണ്, സുബ്ഹാനല്ലാ ജഹര ലി ഔലിയാഇഹി ദലീലാ, സുബ്ഹാനല്ലാ ജഹര ലി ഔലിയാഇഹി ദലീലാ. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് അവർ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരാണെന്ന് മനസ്സിലാക്കാനുള്ള, നേരിട്ട് മനസ്സിലാക്കാനുള്ള യാതൊരു അടയാളവും സൃഷ്ടിക്കാത്ത അല്ലാഹു എത്ര പരിശുദ്ധനാണ്. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ അല്ലാഹുവിന്റെ വലിയാണെന്ന് മനസ്സിലാക്കുന്നതിന് ഒരു അടയാളവും അല്ലാഹു പടച്ചിട്ടില്ല. അങ്ങനത്തെ അല്ലാഹു എത്ര പരിശുദ്ധനാണ്. മനസ്സിലാട്ടോ പറയുന്നത്? അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ വലിയാണെന്നതിന് പ്രത്യക്ഷമായ അടയാളത്തെ അല്ലാഹു പടച്ചിട്ടില്ല. ഔലിയാക്കന്മാരെ കറാമത്തുണ്ടാകൽ വലിയ നിർബന്ധമില്ല. കറാമത്തുള്ളവർ മുഴുവനും വലിയുമല്ല. മനസ്സിലാണ്ടോ? വലിയിൽ നിന്ന് കറാമത്തുണ്ടാവും നിർബന്ധമില്ല. കറാമത്തുണ്ടാകുന്നവർ മുഴുവനും ആരല്ല? അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരല്ല. ഒരു സാധാ മുഅ്മിനിൽ നിന്നും കറാമത്തുണ്ടാകും, മുഹിബ്ബിൽ നിന്നും കറാമത്തുണ്ടാകും. എത്രത്തോളം എന്നറിയുമോ? സയ്യിദുനാ ഔസുൽ ആലം ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ, അവിടുത്തെ മേൽ ഖുർആൻ ഓതുന്ന മനുഷ്യൻ, അവിടുത്തെ തരീഖിൽ ഉൾപ്പെട്ട മനുഷ്യൻ, അവിടുത്തെ മദ്ഹ് പറയുന്ന മനുഷ്യൻ, അവിടുത്തെ മേൽ മൗലീദ് ഓതുന്ന മനുഷ്യൻ ഒരു പ്രയാസത്തിന്റെ ഘട്ടത്തിൽ ഇങ്ങനെ നിന്നിട്ട് ബഗ്ദാദിലെ മഹാരാജാവിനെ ഓർത്തിട്ട് യാ ഔസുൽ ആലം എന്ന് വിളിച്ചുകൊണ്ടൊരു കാര്യത്തിന് സഹായം തേടിയാൽ ആ സഹായം ലഭിക്കുക തന്നെ ചെയ്യും. വിളിക്കണാള് വലിയായി കൊള്ളണമെന്നില്ല, വിളിക്കപ്പെടുന്നവരുടെ മഹത്വം നോക്കിയാൽ മതി. എന്നെ പീഡിച്ചവരേതും പേടിക്കേണ്ട, എന്നെ പീഡിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ, എന്റെ മൂരികന്മാർ ഇടറുന്ന നേരത്ത് അപ്പോഴവർ കൈപ്പിടിക്കും ഞാനെന്നോവർ, എന്റെ മൂരികന്മാർ മോശക്കാരാണെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് ചെന്നോവർ. ഓരോ മൂരികന്മാർ താത്താന്റെ ശൈഖ പോൽ, എന്റെ മൂരികന്മാർ എന്നെ പോലെന്നോവർ. അതാ ഒരാളിങ്ങനെ നാട്ടിലൊരു കാക്ക, അയാളിങ്ങനെ പോയി, അയാൾ പാമ്പ് കടിച്ചു, വിഷറങ്ങണില്ല, അയാളെ മകൻ മരിക്കാൻ കിടക്കുകയാണ്, ഡോക്ടേഴ്സ് ഒക്കെ കൈയൊഴിഞ്ഞു. ഇയാൾ വിളിച്ചു, യാ ഔസുൽ ആലം മുഹീദ്ദീൻ. വിളിയാ, അവിടെ വിഷം ഇറങ്ങിയാൽ അത് ഇയാളെ കറാമത്താവോ? ഇയാളെ വലിയാവോ? മനസ്സിലാണ്ടോ പറയണത്? അപ്പൊ മിനിൽ നിന്നുണ്ടാകും. ചരിത്രത്തിൽ ഒരുപാട് കാണാൻ പറ്റും. മുഹിബ്ബിൽ നിന്നുമുണ്ടാകും. ദുആയുടെ ഇജാബത്തായും ഖബാരിക്കൽ ആദത്തുകൾ വരും. ഇതുകൊണ്ടൊന്നും വിദായത്തിന്റെ ദലീലല്ല. അതുകൊണ്ട് തന്നെ
മഹാനവറുകൾ പറഞ്ഞു തന്നെയാണ് പ്രധാന പോയിന്റ്. അത് മനസ്സിലാക്കപ്പെടാൻ പറ്റിയ അടയാളങ്ങളില്ല. ഇതുകൊണ്ട് തന്നെയാണ് അല്ലാഹുവിന്റെ ആരിഫീങ്ങളെ മനസ്സിലാക്കപ്പെടൽ പ്രയാസമാകുന്നത്. പിന്നെ എന്താണ് സംഭവിക്കുന്നത്? പിന്നെ എങ്ങനെയാ നമ്മളൊക്കെ അറിഞ്ഞു പോയത്? എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, നിങ്ങൾക്ക് അല്ലാഹു തന്ന നിഅമത്ത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം. പിന്നെ എങ്ങനെയാ അറിഞ്ഞു പോയത്? ഞങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടല്ലോ. ഇവിടെ ഉള്ളവർ അല്ലാഹുവിന്റെ വലിയാണ്, അവിടെയുള്ളവർ അല്ലാഹുവിന്റെ വലിയാണ്, അപ്പുറത്ത് അല്ലാഹുവിന്റെ വലിയാണ്. ഇതെങ്ങനെയാണ് അറിഞ്ഞത്? ഒരു കാര്യമായ ചോദ്യം. അതിനെ ശൈഖ് ഇബ്നുൽ അജീബ അൽ ഹുസൈനി ഖദ്ദസല്ലാഹു സിർറഹു മഹാനവറുകൾ ശറഹുൽ ഹിക്കമിലെ ഒരു വ്യാഖ്യാനം എഴുതി. ഇഖാദുൽ ഹിമം. അതിൽ അദ്ദേഹം വിശദമായി വിശദീകരിച്ചിട്ട് പറയാണ്, ഒരു മുഅ്മിനായ മനുഷ്യന്റെ കൽബിൽ അല്ലാഹു അയാൾക്ക് എന്തെങ്കിലും നന്മ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അയാളെ കൽബിൽ ഇങ്ങനെ തോന്നിപ്പിക്കും, ഇദ്ദേഹം അല്ലാഹുവിന്റെ വലിയാണ്, ഇത് അല്ലാഹുവിന്റെ ആരിഫാണ്, ഇത് അല്ലാഹു റഹ്മത്ത് ചെയ്ത മനുഷ്യനാണ്, ഇത് അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട മഹാനാണെന്ന് മുഅ്മിനായ മനുഷ്യന്റെ കൽബിൽ അല്ലാഹു തോന്നിപ്പിക്കലാണെന്ന് ബഹുമാനപ്പെട്ട ശൈഖ് ഇബ്നു അജീബ റളിയല്ലാഹു അൻഹു വളരെ ശക്തമായ തെളിവുകൾ സഹിതം വിശദീകരിക്കുന്നുണ്ട്. പറപ്പാടിയിൽ മറവ് ചെയ്യപ്പെട്ടവർ അല്ലാഹുവിന്റെ വലിയാണോ ആരിഫാണെന്നതിന് വ്യക്തമായ ദലീലുകളെ അല്ലാഹു പടച്ചിട്ടില്ല എങ്കിലും ഇവിടെ കാണുന്ന മണ്ണും അവിടെയുള്ള മണ്ണും സമമാണ്, ഇവിടെയുള്ള കല്ലും അവിടെയുള്ള കല്ലും പ്രത്യക്ഷത്തിൽ സമമാണ്, ഇവിടെയുള്ള ആകാശവും അവിടെയുള്ള ആകാശവും പ്രത്യക്ഷത്തിൽ സമമാണെങ്കിലും പാവപ്പെട്ട നമ്മളുടെ കൽബിൽ അല്ലാഹു തോന്നിപ്പിക്കുകയാണ്, ആ മസാറിൽ മറവ് ചെയ്യപ്പെട്ടത് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരിൽ പെട്ടൊരു മഹാനാണെന്ന് അല്ലാഹു നമ്മളുടെ കൽബിൽ തോന്നിപ്പിക്കുകയാണ്. ഇതാ സംഭവിക്കുന്നത്. മനസ്സിലായോ? അല്ലാഹു നമ്മുടെ കൽബിൽ ഇങ്ങനെ ഇൽഹാമ തരികയാണ്. സുന്നി ആയാലുള്ള ഒന്നാമത്തെ ഗുണം അതാണ്. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ സ്നേഹിക്കുന്നവർക്ക് ഭൂമിയിൽ കിട്ടുന്ന ഗുണമാണ് അല്ലാഹു സ്നേഹിച്ചൊരു മനുഷ്യന്റെ ഹദറത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നു എന്നത്. അതൊരു വലിയ കാര്യമാണ്, അത് ചെറിയ കാര്യം. അല്ലാഹു സ്നേഹിച്ചൊരു മനുഷ്യന്റെ കൂടെ നിൽക്കുക, അവരോട് സഹവസിക്കുക, അവരെ സിയാറത്ത് ചെയ്യുക, അതിന്റെ പുണ്യം വളരെ വലുതാണ്. ഞാൻ ഓർത്തുപോകാൻ സയ്യിദുനാ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹിൽ ഖിറാഅത്ത് ബാബ് ഇഖ്തിലാഫുൽ ഖിറാഅ എന്ന ഹെഡിങ്ങിലുള്ള ഒരു ഹദീസ്, ആ ഹദീസിന്റെ ഒരു വ്യാഖ്യാനം ഞാൻ പറയണത് മനസ്സിലാവണില്ലേ? അല്ലേ? ഞാനിങ്ങനെ വല്ലാതെ നീട്ടിക്കുറിക്കപ്പെടുന്ന ഒരാളല്ല, അതുകൊണ്ടാണ്. മനസ്സിലാണ്ടല്ലോ അല്ലേ? സഹാബത്ത് റളിയല്ലാഹു അൻഹും ഓരോരുത്തർക്കും ഓരോ കഴിവാണ്. അഖറഅക്കും ഉബയ്യ് ഇബ്നു കഅബ് ഖാല റസൂലുള്ളാഹി മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധ നാവ് കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് ഒരു സഹാബിയെ ഉബയ്യ് ഇബ്നു കഅബ് എന്നവരെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, ഓ സഹാബാ, നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും അധികം ഖിറാഅത്ത് അറിയുന്നവർ, നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും അധികം ഖിറാഅത്ത് അറിയുന്ന മനുഷ്യൻ സയ്യിദിനെ കാണുന്ന ഉബയ്യ് ഇബ്നു കഅബ് ആണെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തി. ഒരാൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത് ആരാ? കൊടുക്കേണ്ട ആളാണ്. മനസ്സിലാണോ? ഇസ്ലാമിക ചരിത്രത്തെ മാറ്റി മറിപ്പിച്ച മുഴുവൻ സൂഫികൾ ചരിത്രം നോക്കിയാലും അവരൊക്കെ വളർത്തിക്കൊണ്ടുവന്നത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുസ്തഫ മിന്നാ അയ്മത ജദ്ദിഹി വബിഅംരിഹി തഖരീബു വൽഇബ്ഹാദു. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി
റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഒരു മനുഷ്യനെ മുന്നിലേക്ക് വിളിക്കുന്നതും പിന്നിലേക്ക് നീക്കുന്നതും. അല്ലാഹുവിന്റെ ആരിഫീകളുടെ സ്വത്ത് ഇങ്ങനെ അവരുടെ അർവാഹിയായ സ്വത്ത് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വത്തിൽ ഒരുമിച്ച് കൂടുന്ന സമയത്ത് അവിടുത്തെ പരിശുദ്ധമായ വിരൽ മുന്നോട്ട് നീക്കുമ്പോൾ പിന്നിലുള്ളവൻ മുന്നിലാണ്, മുന്നിലുള്ളവരോ പിന്നിലാണ്. നിലയെ കൊടുപ്പാനും നിലയെ കാളയാനും നയനാവർക്കാന് വാദം കൊടുത്തോവർ. അങ്ങനെ ആ സ്ഥാനമുള്ള ആളുകൾ. അതിലൊക്കെ നമുക്കുള്ള സാധാരണക്കാർക്കുള്ള അറിവ് വളരെ പരിമിതമാണ്. എല്ലാവർക്കും സ്ഥാനം നൽകുന്നതും ഉയർത്തുന്നതും ആരാണ്? സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. നബി തങ്ങൾ പറഞ്ഞു ഉബയ്യാണ് ഏറ്റവും നല്ല കാര്യം. ആ ഉബയ്യ് എന്നവർ മദീനത്തെ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ അവിടെ ഒരു ഖിറാഅത്ത് ഇങ്ങനെ കേൾക്കുന്നു. രണ്ട് ഗ്രാമവാസികളായ ആളുകൾ വന്നിട്ട് നിസ്കരിക്കുക. അതിൽ ഒരാൾ പള്ളിയിലേക്ക് കയറിയിട്ട് ഒരു ഖിറാഅത്ത് ഉബയ്യ് എന്നവർ പറയുന്നുണ്ട് എനിക്കത് കേട്ടിട്ട് സഹിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനത്തെ ഒരു ഓത്തരാണ് അങ്ങനെ നമ്മളെ പൊന്നാനി ഓത്തുമ്പടെ അല്ലേ, നമ്മളെ ആളുകളുടെ ഓത്ത് വേറെ തരാണ്. അതിനും ഉസ്സൂലുണ്ട്. വേറെ അങ്ങനെ ഒരു നാടൻ ഓത്തിങ്ങനെ ഓതി ഗ്രാമവാസി. ഇത് കണ്ടപ്പോ ഉപയുന്നവർക്ക് തീരെ പറ്റിയില്ല. അങ്ങനെ അദ്ദേഹം നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചപ്പോ രണ്ടാമത്തെ ഒരാള് അയാൾ ഓതി മറ്റേ ആള് ഓതിയതുപോലുള്ള ഓത്ത് ഇയാൾ മുസ്ലിമിന്റെ ഹദീസാണ്. രണ്ടാളെ ഓത്തും കേട്ടപ്പോ ലോകത്തെ ഏറ്റവും വലിയ കാര്യം സഹിച്ചില്ല. അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? നിസ്കാരം അടക്കാൻ പറഞ്ഞിട്ടുണ്ടോ? അല്ലേ? ഇല്ല. പെട്ടെന്ന് ഫത്വ കൊടുക്കുന്ന ആളല്ല. അങ്ങനെയാണ് സഹാബത്ത് റളിയല്ലാഹു അൻഹു. പെട്ടെന്ന് ഫത്വ കൊടുക്കുന്ന ആളല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിലേക്ക് വന്നു. അവിടെ ഇരുത്തി ഇവരെ പേരുടെ കുറ്റം വായിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് ഓതാൻ പറഞ്ഞു. അവരോതി. ആ ഓത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതിച്ചു. എന്തായി മനസ്സിലാണ്ടോ? പറയണേ മനസ്സിലാണ്ടോ? ഇൽമുള്ള ഉബയ്യ് ഇബ്നു കഅബ് എന്നവർ സമ്മതിച്ചില്ല. എന്നാൽ അഷ്റഫുൽ വറാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഓതിയ ഓത്തിനെ സമ്മതിക്കുകയാണ്. ഈ അനുഭവത്തെ ഉബയ്യ് എന്നവർ പറയുന്നത് കേട്ടോ. فوقع في قلبه شيء من التكذيب فوقع في قلبي شيء من التكذيب. എന്റെ മനസ്സിൽ ആ പറഞ്ഞത് ശരിയല്ല എന്ന് തോന്നി. മനസ്സിലായോ? നബി തങ്ങൾ ആ പറഞ്ഞത് ശരിയല്ല എന്ന് തോന്നി. إذا كنت في الجاهلية ജാഹിലിയ്യ കാലഘട്ടത്തിൽ പോലും അങ്ങനെ എനിക്ക് തോന്നിയിരുന്നില്ല. അവിടുന്ന് പറഞ്ഞത് ശരിയല്ല എന്ന് എനിക്ക് തോന്നിയിരുന്നില്ല. സുബ്ഹാനല്ലാഹ്, ഇപ്പോഴെന്റെ മനസ്സിൽ പറഞ്ഞത് ശരിയല്ല എന്ന് തോന്നിയല്ലോ. ഞാൻ പറഞ്ഞ് തെറ്റിപ്പോയി എന്ന് തോന്നിയല്ലോ. വല്ലാത്തൊരപകടം തന്നെ, വല്ലാത്തൊരപകടം തന്നെ. മനസ്സിലാണ്ടോ പറയണേ? മനസ്സിലാണ്ടോ? ഇൽമാണ് ഇവിടെ പ്രശ്നമാക്കിയത്. ആരാ പ്രശ്നമാക്കിയത്? ആരാ പ്രശ്നമാക്കിയത്? ഇൽമാൻ. ഞാൻ പഠിച്ച ഇൽമിനെതിരായി
എനിക്ക് പഠിപ്പിക്കപ്പെട്ട ഇൽമിനെതിരായി അവിടുന്ന് ഒരു തീരുമാനം കൽപ്പിച്ചപ്പോൾ പറ്റിപ്പോയി. ഞാൻ വല്ലാത്ത ആശങ്കയിലായി. വിശ്വാസത്തെ കുറിച്ചുള്ള ഭയം വന്നുപോയി. ഈമാൻ പോകുമോ എന്ന ഭയം വന്നുപോയി. നരകത്തിലാകുമോ എന്ന പേടി വന്നുപോയി. ഇല്ല, ഇതെന്റെ നാശമാണെന്ന പേടി എനിക്ക് വന്നുപോയി. ഞാൻ വല്ലാതെ വിഷമത്തിലായി. ഇത് വന്നാൽ എന്ത് ചെയ്യും? നോക്കണം. അവിടെ ഒന്നുകൂടി വായിക്കൂന്ന് പറയാൻ പറ്റോ? അറിവല്ലേ തെക്കുതീപുണ്ടാക്കിയത്? രോഗം മരുന്നല്ലേ രോഗത്തിന് കാരണമായി തീർന്നത്? ഇൽമല്ലേ ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയത്? ആ ഇൽമില്ലാത്ത അയറാബികളായ ഖിറാഅത്തറിയാത്ത സഹാബത്തിന് ഒന്നും സംഭവിച്ചില്ലല്ലോ. അവർ സുരക്ഷിതരായി. വളരെ സംഘർഷമുള്ള അവസ്ഥയാണ്. ബഹുമാനപ്പെട്ട ഉബയ്യ് ഇബ്നു കഅബ് എന്നവർ പറയുകയാണ്, ഫലമ്മാ റഅ മാ ഖദ് ഗശിയനീ, എന്നെ പിടികൂടിയ ദുരന്തം അല്ലാഹുവിന്റെ ഹബീബ് ഇങ്ങനെ കണ്ടപ്പോ, ഫലമ്മാ റഅ മാ ഖദ് ഗശിയനീ, എന്നെ പിടികൂടിയ, എന്നെ അകപ്പെടുത്തിയ, എന്നെ വിഷമവൃത്തത്തിലാക്കിയ കഥ കരുണക്കടലായ എന്റെ ഹബീബെന്ന് നേരിട്ട് കണ്ടപ്പോൾ, ഗുരുവിനുണ്ടായിരിക്കേണ്ട ഗുണാണത്. മറ്റവരുടെ മനസ്സിലുള്ളത് വായിക്കാൻ കഴിയണം, കടലാസിൽ എഴുതിയതല്ല. എന്റെ ഖൽബിന്റെ ഉള്ളിലുള്ള പ്രയാസത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊന്ന് കണ്ടപ്പോ, ലറബ ഫീ സദ്രി, എന്റെ നെഞ്ചിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ പരിശുദ്ധമായ കൈ കൊണ്ടൊന്നടിച്ചു. ഞാനിങ്ങനെ വിശ്വാസത്തെ പോയവനായിട്ട് നിൽക്കുന്നുണ്ടോ? എന്റെ വിഷമം അല്ലാഹുവിന്റെ ഹബീബെന്ന് കണ്ടപ്പോഴേ എന്റെ നെഞ്ചിൽ ഇങ്ങനെ മെല്ലെ കൈ കൊണ്ടൊന്നടിച്ചു. ഇനി എന്താ സംഭവിച്ചത്? പറയാനാവാത്ത മറ്റൊരു സംഭവമാണ്, പറയാനാവാത്ത മറ്റൊരു അനുഭവമാണ്. كأني أنظر إلى الله عز وجل فرقا. حديث صحيح، حديث كأني أنظر إلى الله عز وجل فرقا. അടി കൊണ്ടപ്പോൾ ഞാൻ അല്ലാഹുവിനെ നോക്കി നിൽക്കുന്നത് പോലെ തോന്നി. മനസ്സിലായോ? പിസ്കാന് പോയോ? ഹൃദയത്തിലുള്ള വിഷമം പോയോ? തെക്കുദീപ് പോയോ? എന്താ ചെയ്തത്? ഒരു തട്ട്. എന്താണ്? ഇതാണ് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ ചെയ്യുന്നത്. അതിന്റെ കുറവാ അപ്പൊ കാണുന്നതൊക്കെ. പഴയ കാലത്ത് നമ്മുടെ കാരണവന്മാരോട് നിസ്കാരത്തിന്റെ ഫർള് എവിടെ ഏതായത്തിനെ വെച്ചവർക്ക് അറിയില്ല, നോമ്പ് ഫർളാക്കിയത് ഏതായത്തിനെ വെച്ചവർക്ക് അറിയില്ല. പക്ഷെ അവർ അഞ്ചു നിസ്കരിക്കും. കാര്യമായ ഇൽമൊന്നുമില്ല. ആ ഫാത്തിഹയും കുറച്ച് സൂറത്തും ഏറിപ്പോയാൽ നുള്ളി കുറുക്കി ഇങ്ങനെ ടേസ്റ്റ് ഇല്ലാത്ത രീതിയിൽ ഖുർആൻ ഓതാനും കഴിയും. പക്ഷെ അവരുടെ വിശ്വാസം വളരെ ശക്തമാണ്. കാരണം അവർക്ക് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരുടെ സഹവാസമുണ്ട്. നിങ്ങൾക്കറിയോ, 700 കൊല്ലം ഇബാദത്ത് ചെയ്തിരിക്കുന്നതിനേക്കാളും ഖൈറ്, 700 കൊല്ലം ഇബാദത്ത് ചെയ്തിരിക്കുന്നതിനേക്കാളും ഖൈറ് അല്ലാഹു സ്നേഹിച്ചൊരു മനുഷ്യന്റെ കൂടെ ഒരുമിച്ച് കൂടലാണെന്ന് ബഹുമാനപ്പെട്ട ഇമാം ശഅറാനി അദ്ദേഹത്തിന്റെ മീസാൻ എഴുത്തുകാരിൽ ഉദ്ധരിച്ച് പറയുന്നുണ്ട്. അവരൊപ്പം അങ്ങനെ ഇരിക്കുക, വെറുതെ ഒന്ന് ഇരിക്കുക, സഹവസിക്കുക. സഹവാസം കൊണ്ടാണ് ഖൈറ് വരിക, സഹവാസം കൊണ്ടാണ് ഇൽമ് വർദ്ധിക്കുക, സഹവാസം കൊണ്ടാണ് ബറക്കത്തുണ്ടാവുക, സഹവാസം കൊണ്ടാണ് ഈമാനിന്റെ ശക്തി വർദ്ധിക്കുന്നത്. വെറുതെ ഉണ്ടാവുന്നതല്ല. അറിവ് കൊണ്ട് മാത്രം വിജയിക്കാൻ കഴിയില്ല എന്ന് ഉബയ്യ് ഇബ്നു കഅബ് എന്നവർ പറഞ്ഞത്. കെട്ടാൻ ഒരാൾ വേണമെന്നാണ്. ഇതാണ് പുറപ്പാടിയിൽ മറവ് ചെയ്യപ്പെട്ട മഹാന്മാരായ ഔലിയാക്കന്മാർ. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ വയറുവേദനയും തലവേദനയും കൈവേദനയും കാലുവേദനയൊക്കെ ഒന്ന് മാറ്റി വെക്കും. അതൊക്കെ മനുഷ്യനുണ്ടാവേണ്ടതാണ്.
കൈവേദനല്ലാത്ത മനുഷ്യനുണ്ടോ? കാലുവേദനല്ലാത്ത മനുഷ്യനുണ്ടോ? അസുഖമില്ലാത്ത മനുഷ്യനുണ്ടോ? ദാരിദ്ര്യമില്ലാത്ത മനുഷ്യനുണ്ടോ? ഉണ്ടോ? മനുഷ്യനെ സൃഷ്ടിച്ച റബ്ബ് പറഞ്ഞത് അങ്ങനെ. കപതിൽ പ്രയാസങ്ങൾ കൊണ്ട് മൂടപ്പെട്ടവനായ അവസ്ഥയിലാണ് അള്ളാഹ് മനുഷ്യനെ പഠിച്ചത്. മനസ്സിലാണ്ടോ? മാവിന്റെ കൊമ്പിലാണ് മാങ്ങ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ പിന്നെ മറ്റെവിടെയെങ്കിലും ഉണ്ടാവുമല്ലോ? നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ തെങ്ങിൽ മാങ്ങ ഉണ്ടാവുന്നുണ്ടോ? മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അതുണ്ടാവൽ എവിടെയാണ്? കുറെ പ്രയാസങ്ങളിലായിരിക്കും. അള്ളാഹു ഒരു രോഗം തരുന്നതും പ്രയാസം തരുന്നതും വിഷമം തരുന്നതും സ്വാഭാവികമാണ്. സൂറത്തുൽ റൂമിൽ അല്ലാഹു ചോദിക്കുന്ന ചോദ്യമാണത്. സൂറത്തുൽ അൻകബൂത്ത് അതിൽ അല്ലാഹു ചോദിക്കുന്ന ചോദ്യമാണത്. അഹസിബന്നാസു അൻ യുത്റകൂ വഹും ലാ യുഫ്തനൂൻ. പരീക്ഷിക്കപ്പെടാതെ വെറുതെ അങ്ങോട്ട് സ്വർഗത്തിൽ പോകാമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? തുടരുകയാണ്. നിങ്ങൾക്ക് മുൻപുള്ളവരെയും നാം പരീക്ഷിച്ചിട്ടുണ്ട്. ലിനഹലമന്നല്ലദീന സദഖൂ വലനഹലമന്നൽ കാദിബീൻ. ഈമാനിൽ ഉറപ്പുള്ളവരെയും അല്ലാത്തവരെയും അറിയാൻ വേണ്ടി അല്ലാഹു പരീക്ഷിച്ചിട്ടുണ്ട്. ഇപ്പൊ രോഗം അതൊരു പരീക്ഷണമാണ്. അതേപോലെ ദാരിദ്ര്യം ഒരു പരീക്ഷണമാണ്. സമ്പത്ത് മറ്റൊരു പരീക്ഷണമാണ്. ആരോഗ്യം വേറൊരു പരീക്ഷണമാണ്. ഇതൊക്കെ ഓരോ പരീക്ഷണത്തിന്റെ ഓരോ ഘട്ടങ്ങൾ എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇതിന്റെ പിന്നിലല്ല സമയം കളയേണ്ടത്. ഇതൊരു മറയാണ്. നിങ്ങളിന്റെ കൂടെ ഉണ്ടല്ലേ? ഈ മറയാണ്. ഈ മറ നമ്മളെ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടേ മരണത്തിന്റെ അവസാന നിമിഷം വരെ, അവസാനത്തെ ശ്വാസം വരെ ആഗ്രഹങ്ങൾ ജനിച്ചുകൊണ്ടിരിക്കും, ആവശ്യങ്ങൾ ഉണ്ടാകിക്കൊണ്ടിരിക്കും. മരിക്കുന്നതിന്റെ മുൻപങ്ങ് മരിച്ചേക്ക്. എന്തായാലും മരിക്കും. അതിന്റെ മുൻപ് നീ ഭൗതിക ആഗ്രഹങ്ങളിൽ നിന്ന് ശരീരത്തെ കൊണ്ട് ബോധിപ്പിക്കുക. എന്നിട്ടൊറ്റ കാര്യം മാത്രം മതി കേട്ടോ. ഒറ്റ കാര്യം മാത്രം മതി. അല്ലാഹ് എന്ന ഓർമ്മയിൽ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരോട് കൂടി ദുനിയാവിനെ മറന്നിട്ട് ഒരു നിമിഷം അല്ലാഹ് എന്ന ഓർമ്മയിൽ നിന്നാൽ നിന്റെ റൂഹിന്റെ പ്രശ്നങ്ങൾ തീരുകയാണ്. കോടിക്കണക്കിന് വർഷം വേണ്ട, ലക്ഷക്കണക്കിന് വർഷം വേണ്ട, ഒറ്റ നിമിഷം മതി. ഒറ്റൊരു നിമിഷം അല്ലാഹു സ്നേഹിച്ച മനുഷ്യനോടുകൂടി അല്ലാഹ് എന്ന ഓർമ്മയിൽ സഹവസിച്ചാൽ റൂഹിയായ പ്രശ്നങ്ങൾക്ക് പരിഹാരം വന്നുപോയി. പിന്നെ അവന്റെ ലക്ഷ്യം അല്ലാഹനെ കാണലാകുന്നതാണ്, ഇബാദത്ത് ചെയ്യലാകുന്നതാണ്, സ്വർഗ്ഗം ലഭിക്കലാകുന്നതാണ്. പക്ഷെ ഈ തലയിലൊക്കെ വെച്ച് പോണത് ദുനിയാവാണ്. എക്സാമ്പിൾ ഞാൻ പറയാം. ഇങ്ങനെ ബഹുമാനപ്പെട്ട ഹല്ലാജ് റളിയല്ലാഹു അൻഹു കേട്ടിട്ടില്ലേ നിങ്ങൾ? ഹല്ലാജെ കൊല്ലും നാൾ അന്ന് ഞാനുണ്ടെങ്കിൽ അപ്പോഴവർ കൈപിടിക്കും ഞാനെന്നോവർ എന്ന് പറയപ്പെട്ട ഷെയ്ഖ് ഹല്ലാജ് റളിയല്ലാഹു അൻഹു. പൂർണ്ണമായ പേര് ഷെയ്ഖ് ഹുസൈൻ അൽ ഹല്ലാജ് റളിയല്ലാഹു അൻഹു. മഹാനവറുകളുടെ ആ കഥയ്ക്ക് വിശദമായ ഒരു കഥയാണ്, ദീപിക്കുന്നില്ല. അദ്ദേഹത്തെ തടവറയിലിട്ടേക്കാണ് വധശിക്ഷിക്കുന്നത്. മുരീദന്മാരായ ആളുകൾക്ക് ഒരു ആശങ്ക, എന്താണത്? ഉസ്താദിന്റെ പവറൊക്കെ പോയതാണോ? അങ്ങനെയുള്ള മുരീദന്മാരെ ഒരു പ്രത്യേക സാധന. ഐറ്റിങ്ങൾ ആകെ പരിപാടി ഷെയ്ഖിന്റെ വോൾട്ടേജ് നോക്കാനാണ്. അത് ഒറിജിനൽ മുരീദ് പോകില്ല. ഷെയ്ഖന്മാരുടെ പേര് പറഞ്ഞെടുക്കാൻ എത്ര ആൾക്കാരുണ്ട് നാട്ടിലൊക്കെ? ഷെയ്ഖിന്റെ പേര് പറയുന്നത് എന്റെ ഷെയ്ഖിന്റെ ആളാണ്, അയാളെ ഷെയ്ഖിന്റെ ആളാണ്, അയാളെ ഷെയ്ഖിന്റെ ആളാണ്. യഥാർത്ഥ ആൺകുട്ടികൾ ഷെയ്ഖ് പറയണം അവനെന്റെ മുരീദാണ് എന്ന് പറഞ്ഞ് അഭിമാനമാണ്. അതാണ് ഒറിജിനൽ മുരീദ്. ഷെയ്ഖിന്റെ പേരും പറഞ്ഞ് ഭൂമിയിൽ കൂടി നടക്കണമല്ല എന്ന് ഷെയ്ഖ് ജുനൈദുൽ ബഗ്ദാദി ഖദ്ദസല്ലാഹു സിർറഹു. അപ്പോ ഇങ്ങനെ കുറെ മുരീദന്മാരെ ഇങ്ങനെ കൂടിയൊക്കെ മുമ്പിൽ ചെയ്യില്ല.
പഴയ കാലാണെങ്കിൽ കൈകൊണ്ട് ഇങ്ങനെ മാറ്റിയാൽ ഇരുമ്പ് മുറിയും. അതേപോലെ വായുവിലൂടെ സഞ്ചരിക്കുന്നു, പറന്നു പറന്നു. അങ്ങനെ ഒരുപാട് അമൂല്യമായ കറാമത്തുകളുള്ള ശൈഖ് ഹുസൈൻ ഹല്ലാജ് എന്നവർ എന്താണ് ഇങ്ങനെ നിൽക്കുന്നത്? ഇതായിരുന്നു മുരീദന്മാരെ സംശയം. ഇവരിങ്ങനെ സംശയമായിട്ട് ഇങ്ങനെ വന്നപ്പോ ശൈഖ് ഹുസൈൻ ഹല്ലാജ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തേ പോന്നു? മറുപടി, അങ്ങേ കാണാൻ വന്നതാണ്. എന്തിനാ നിങ്ങൾ എന്നെ കാണുന്നത്? ഞങ്ങൾ അങ്ങയുടെ സ്നേഹിതന്മാരാണ്. സത്യമായിട്ടും നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ട്, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നുണ്ട്. അദ്ദേഹം കുറച്ച് കരിങ്കല്ല് വാരി ഏറുകൊണ്ട് എല്ലാവരും കൂടി ചിരിച്ചിട്ട് ഹുസൈൻ ഹല്ലാജ് എന്നവർ പറഞ്ഞു, കളവാണ്, നിങ്ങൾ നിങ്ങളെ തന്നെയാണ് സ്നേഹിക്കുന്നത്. നിങ്ങളെ തന്നെയാണ് സ്നേഹിച്ചത്. നിങ്ങളെങ്ങാനും എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ ഞാൻ എറിഞ്ഞാൽ നിങ്ങൾ ഓടില്ലായില്ല. മനസ്സിലാണോ? കുല്ലു യദ്ദഇ വസ്ലം ബിലൈല. ഉമ്മുൽ ഖൈസ് പറഞ്ഞു, എല്ലാവരും പറയുന്നുണ്ട് ഞാൻ ലൈലയെ പ്രേമിക്കുന്നുണ്ട്, ലൈല എന്നെ പ്രേമിക്കുന്നുണ്ട് എന്ന്. പക്ഷെ ലൈലായ എന്റെ ലൈല അത് അംഗീകരിക്കാൻ പോകുന്നില്ല. മനസ്സിലാണോ? എല്ലാവരും പറയും ഞാൻ അല്ലാഹുവിനെ സ്നേഹിക്കുന്നു, എല്ലാവർക്കും പറയാം ഞാൻ അല്ലാഹുവിനെ സ്നേഹിക്കുന്നു. ഉറച്ചു നോക്കുമ്പോഴാണ് ആരാരെയാണ് സ്നേഹിക്കുന്നത് എന്ന് ബോധ്യം വരുന്നത്. ശൈഖ് ഹുസൈൻ ഹല്ലാജ് റളിയല്ലാഹു അൻഹു പറയാണ്, നിങ്ങൾ എന്നെ സ്നേഹിച്ചവരാണെങ്കിൽ ഞാൻ നിങ്ങളെ കല്ലെറിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഓടിപ്പോവുകയില്ല. എന്നാൽ നിങ്ങൾ ഞാൻ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്കൊരിക്കലും ഈ തടവറയിൽ തൂക്കിലേറ്റപ്പെടുന്നത് എന്റെ റബ്ബിന്റെ ഖളാഹായിട്ടല്ലാതെ മറ്റൊന്നും തോന്നുന്നില്ല. ഇതാണ് ശൈഖ് ഹുസൈൻ ഹല്ലാജ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ അല്ലാഹുവിനെ സ്നേഹിക്കുന്ന ഒരു സാഹചര്യത്തെ നമ്മൾ ഉണ്ടാക്കണം. അല്ലാഹു സ്നേഹിക്കുക, അല്ലാഹുവിനെ സ്നേഹിക്കുക, രണ്ടും വ്യത്യാസം ഉണ്ടല്ലോ. മനസ്സിലായില്ലേ? അല്ലാഹു സ്നേഹിക്കുക, അല്ലാഹുവിനെ സ്നേഹിക്കുക, അത് രണ്ടും വ്യത്യാസമാണ്. അല്ലാഹുവിനെ സ്നേഹിക്കുക എന്നാണ് ഞാൻ പറയുന്നത്. അതാണ് മനുഷ്യനിൽ അർപ്പിതമായ കാര്യം. അല്ലാഹു സ്നേഹിക്കുക എന്നതോ അതിന് നിബന്ധനകളില്ല. അല്ലാഹു സ്നേഹിച്ച മുഹീദ്ദീൻ എന്നോവർ അറ്റമില്ലാത്തോളം മേന്മാവൂടെയവർ. അല്ലാഹു സ്നേഹിച്ച മുഹീദ്ദീൻ എന്നോവർ. സ്നേഹിച്ചൊരു മുഹീദ്ദീൻ, അല്ലാഹു സ്നേഹിക്കാറ് അല്ലാഹു ഒരു ചെറിയ അമലിന് കൂടുതൽ പ്രതിഫലം കൊടുക്കാനായിട്ട് അർത്ഥം. മനസ്സിലായില്ലേ? അയാൾ ചെയ്യുന്ന ചെറിയ അമലിന് അല്ലാഹു വർദ്ധിതമായ കൂലി കൊടുക്കുക, അയാൾ ചെയ്ത ദോഷങ്ങളൊക്കെ അല്ലാഹു പൊറുക്കുക. ഇതാണ് അല്ലാഹു സ്നേഹിച്ചവരുടെ അടയാളം. ഇപ്പൊ നമ്മൾ അല്ലാഹുവിനെ സ്നേഹിച്ചു തുടങ്ങണം. അങ്ങനെ അതിന്റെ പ്രാഥമികത തന്നെ ഭൗതികമായ വിഷയങ്ങൾക്ക് നമ്മൾ വലിയൊരു പ്രാധാന്യം കൊടുക്കരുത്. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് സമയം കളയുക. അവിടെ ചെല്ല ഭൗതികമായ വിഷയങ്ങൾ ഇടപെടുന്നിടത്തൊക്കെ ഇടപെടാം, ദുആ ചെയ്യുന്നിടത്തൊക്കെ ദ്വാരക്കണം, രോഗക്ക് ശിഫയാൻ അല്ലാഹുവിനോട് ദ്വാരക്കണം. ദുആക്കും ഈമാനുക്കും ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദുആ ഈമാനിന്റെ ഭാഗമാണ്. അദ്ദുആ മിനൽ ഈമാൻ എന്ന് വേറെ ഹദീസിലുണ്ട്. ദുആ ഈമാനിന്റെ ഭാഗമാണ്, അതിൽ യാതൊരു സംശയവുമില്ല. ദുആ ചെയ്യുന്നത് അല്ലാഹുവിനുള്ള ഇബാദത്ത് തന്നെയാണെന്നും പരിശുദ്ധമായ ഹദീസിലുണ്ട്. അതൊന്നുമല്ല പ്രശ്നം. ഞാൻ പറഞ്ഞു അതൊക്കെ ചെയ്യണമെന്നാൽ മുഖ്യമായ കാര്യമൊന്ന് അല്ലാഹുവിനോടുള്ള വല്ലാത്തൊരു അടുപ്പം, സ്നേഹമാണ്. ഭൂമിയുമാക്കണം. മനുഷ്യൻ എല്ലായിടത്തും കുറവല്ലേ? ഈ മനുഷ്യരുടെ സാധനം എന്താ? മനുഷ്യൻ എന്ന് പറഞ്ഞ സാധനം എന്താ? അതിൽ ഒരുപാട് കുറവുകളുണ്ട്. ഓരോരുത്തർക്കും ഓരോ കുറവാണ്. സ്ഥാനമോഹം എന്ന് പറയുന്നത് തലബുൽ മക്കാനത്തി മിനല്ലാഹ്, അത്തലബുൽ മക്കാനത്തി മിനല്ലാഹി മിൻ അമ്മാറത്തി സിർ. അല്ലാഹുവിനോട് സ്ഥാനം ചോദിക്കുക. അല്ലാഹുവോട്, പഠിച്ചോനെ
നീ ഇന്നലെ ആരിഫാക്കണേ, ഔലിയാക്കണേ, ഗൗസാക്കണേ, മുറപ്പിയാക്കണേ, ശൈഖാക്കണേ എന്നൊക്കെ അള്ളാഹുവോട് പറയുന്നത് പോലും ഒരു സിറിന് കേടുള്ള ആൾക്കേ പറയാൻ പറ്റുള്ളൂ. പൂർണ്ണമായ മനുഷ്യനെ അള്ളാഹുവിന്റെ അടുക്കലുള്ളതൊന്നും മോഹിക്കുകയില്ല. അള്ളാഹ് സ്നേഹിക്കണമെങ്കിൽ എല്ലാ കൈവശമുള്ള അള്ളാഹുവിന്റെ സൃഷ്ടിലോകങ്ങളോടൊക്കെയും എനിക്ക് വേണം, എനിക്ക് വേണം, എനിക്ക് വേണമെന്ന തോന്നലുണ്ടാവരുത്. അങ്ങനെ തോന്നിയാൽ അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടാൻ പ്രയാസം നേരിടും. അങ്ങനെ അള്ളാഹുവിന്റെ റഹ്മത്ത് നമുക്ക് ഇങ്ങനെ കിട്ടി. അള്ളാഹു സ്നേഹിച്ച് സ്വാലിഹീങ്ങളോടുകൂടി സഹവസിക്കണം. ആരോടെ സഹവസിക്കേണ്ടതെന്ന് ചോദ്യം ഉണ്ടാവും. ആ മാർക്കറ്റിംഗ് ഞാനില്ല, വല്ലാത്ത മാർക്കറ്റാണ്. ഇങ്ങനെ ഒരാൾ പറയും ഞാൻ അവ സ്നേഹിച്ചു, എന്നെ സ്നേഹിച്ചാൽ മതി, ഒരാളെ സ്നേഹിക്കണം. ഒരാൾ പറയും എന്നെ സ്നേഹിച്ചാൽ മതി, ഒരാൾ സ്നേഹിക്കണം. അത്ര തരം താഴാൻ നമുക്കാവില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സയ്യിദുനാ അഷ്റഫുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബഹുമാനപ്പെട്ട സഹാബത്ത് റളിയല്ലാഹു അൻഹും ഈ ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട്. മയ്യുഹാലു യാ റസൂലല്ലാഹ്, ആരെയാണ് അല്ലാഹുവിന്റെ നബിയേ, ഞങ്ങളാരോടാണ് നബിയെ സഹവസിക്കേണ്ടതെന്ന് കരുണക്കടലായ മുത്തുനബിയോട് നക്ഷത്രതുല്യരായ സഹാബത്ത് റളിയല്ലാഹു അൻഹും പ്രകാശപൂരിതമായ മദീനയിൽ വെച്ച് അല്ലാഹുവിന്റെ ഹബീബിന്റെ സദസ്സിൽ വെച്ച് ഒരു ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട്. മയ്യുഹാലു യാ റസൂലല്ലാഹ്, ആരോടാണ് ഞങ്ങൾ സഹവസിക്കേണ്ടത് നബിയേ, ആരെയാണ് ഞങ്ങൾ ഏറ്റവും അടുത്ത ആളാക്കേണ്ടത് നബിയേ? സഹാബത്തിനോട് പറഞ്ഞു, മൻ സാദകും ഫീ ഇൽമികും മൻതിഖഹ, മൻ സാദകും ഫീ ഇൽമികും മൻതിഖഹ. നിങ്ങൾ ആരോട് സഹവസിക്കണം? അവന്റെ സംസാരം നിങ്ങളുടെ ഇൽമിൽ വർദ്ധനവുണ്ടാക്കുന്നവനാരാണോ അങ്ങനത്തെ ഒരാളോടാണ് നിങ്ങൾ സംസാരിക്കേണ്ടത്. സുഹൃത്ത് നിങ്ങളിൽ വർദ്ധിപ്പിക്കുന്നവനാരാണോ അങ്ങനത്തെ ഒരാളോടാണ് നിങ്ങൾ സഹവസിക്കേണ്ടത്. അയാളുടെ അമലുകൾ കാണുമ്പോഴോ നിങ്ങൾക്ക് ആഖിറം ഓർമ്മയാകും. അങ്ങനത്തെ ഒരു മനുഷ്യനോടാണ് നിങ്ങൾ സഹവസിക്കേണ്ടത്. സംസാരം ആഖിറത്തിനെ, സംസാരം ഇൽമിനെ വർദ്ധിപ്പിക്കും. ഇബാദത്താവട്ടെ ആഖിറത്തിനെ ഓർമ്മിപ്പിക്കും. അയാളെ കാണുമ്പോഴോ ജല്ലജലാലായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ ഓർമ്മ വരും. അങ്ങനത്തെ ഒരു മനുഷ്യനോടാണ് സഹവസിക്കേണ്ടത്. മനസ്സിലാണോ എന്താ പറയുന്നത്? അയാളെ കണ്ടാൽ അല്ലാഹു ഓർമ്മ വരും. അയാളെ ഇബാദത്ത് കണ്ടാൽ ആഖിറ ഓർമ്മ വരും. അയാളെ സംസാരമോ ഇൽമിൽ വർദ്ധനവുണ്ടാക്കും. അങ്ങനത്തെ ഒരു മനുഷ്യൻ ആരാണോ അവരോടാണ് സഹവസിക്കുന്നത്. ഇപ്പൊ മനസ്സിലായോ? ജീവിച്ചിരിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞത്. മരണപ്പെട്ടവർ സുബ്ഹാനല്ലാഹ്, അവരെ കുറിച്ച് നമുക്ക് യാതൊരു സംശയമില്ല. ലാ ഫർഖ ബൈന ഹയ്യിഹിം വമയ്യിതിഹിം വമൻ കാന ഫിൽ മസ്തി വമൻ കാന ഫിസ്. ഇങ്ങനെ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരുടെ സഹവാസത്തിന്റെ ഗുണം കിട്ടണമെങ്കിൽ മരിച്ചവരുടെയും ജീവിച്ചവരുടെയും ഇടയിൽ ഒരു ഫർഖുമില്ല, ഒരു വ്യത്യാസമില്ല. മനസ്സിലാണ്ടല്ലോ? മരണം ഇവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് എങ്ങനെയാണോ അവരുടെ തിരുസവിധത്തിലിരുന്നൊരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക്, ആ മനുഷ്യന്റെ ആത്മാവിലേക്ക് മഹാനവറുകളുടെ നൂറാനിയത്തിന്റെ ഫൈദാനിയത്തൊരു പ്രഭാതമായി വന്നടയ്ക്കുന്നത്, അവരുടെ ആത്മാവിൽ നിന്നുള്ള പ്രകാശകിരണങ്ങൾ
നിങ്ങളുടെ ഹൃദയത്തിലേക്ക് എങ്ങനെയാണോ വന്നുകൊണ്ടിരിക്കുന്നത് അതിന് യാതൊരു മാറ്റവും വരാതെയാണ് ഇപ്പോഴും അവരോടുള്ള സഹവാസം കൊണ്ട് ഗുണം ലഭിക്കുക. മരിച്ച ആളെടുത്ത് പോയിരുന്നാലും വഫാത്തായ ആളെടുത്ത് പോയിരുന്നാലും ജീവിച്ചിരിക്കുന്ന ആളെടുത്ത് പോയിരുന്നാലും ഒരേ കൂലിയാണ്. മനസ്സിലാണോ? അപ്പൊ ഇരിക്കുമ്പോൾ ആ അഥവൊക്കെ ഉണ്ടാവണം. പിന്നെയോ ചില ഉഖലാഉൽ മജാനികളുണ്ട്. ഇങ്ങനെ നല്ല ബുദ്ധിമാന്മാരായ ചില ഭ്രാന്തന്മാർ, ഇങ്ങനെ പറയാ നല്ല ബുദ്ധിമാന്മാരായ ചില അപൂർവ ഭ്രാന്തന്മാർ, ഭയങ്കര ബുദ്ധി കൊണ്ടായിരിക്കും ഭ്രാന്തായിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരെ ഭൂമിയിൽ സൃഷ്ടിച്ചതിന്റെ ഉദ്ദേശം അവരെടുത്ത് പോയിരുന്നാലും സഹവാസത്തിന്റെ കൂലിയിൽ. മനസ്സിലാണോ? ചില ഭാഗത്ത് ബുദ്ധി ഉണ്ടാകുമ്പോഴല്ലേ ചില ഭാഗത്ത് ഭ്രാന്തി ഉണ്ടാവുക. ചില ഭാഗത്ത് ബുദ്ധി കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുമ്പോഴല്ലേ ചില ഭാഗത്ത് ഇല്ലാതൊക്കെ. അങ്ങനെയുള്ള ഒരു ഇങ്ങനെ അവിടെ ഇമാം ഷറഫുദ്ദീൻ മുഹമ്മദ് അൽ ബുസ്രി ഒരു പ്രയോഗം പറയുന്നുണ്ട്. യാ ലാഇമി ഫിൽ ഹബൽ ഉദ്രി മഹ്ദിറതൻ. യമാമയിൽ യമനിൽ ബനി അജ്റ എന്നൊരു ഗോത്രം. ആ ഗോത്രത്തിലെ പുരുഷന്മാർക്ക് പെണ്ണുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ സൗന്ദര്യം വർണ്ണിച്ച് പാടി പാടി പാടിയാണ് അവരെ വെച്ചോട്. അതുപോലെ കാമുകന്മാർ അവരെ കാമുകികളെ സ്നേഹിക്കുന്നത് പോലെ ഞാൻ എന്റെ ഹബീബിനെ സ്നേഹിച്ചതിന്റെ പേരിൽ എന്നെ കുറ്റം പറയുന്ന മനുഷ്യ, അവൻ പഴയതുപോലെ സജീവമല്ല, അവൻ പഴയതുപോലെ വേഷമില്ല. അവൻ പലപ്പോഴും തുണിയെടുക്കാൻ മറക്കുകയാണ്, പലപ്പോഴും താടി ഷേവ് ചെയ്യാൻ മറക്കുകയാണ്, പലപ്പോഴും നഖം വെട്ടാൻ മറക്കുകയാണ്, പലപ്പോഴും ഉറങ്ങാനും ഉണ്ണാനും മറന്നു പോവുകയാണ്. അത്തരം ഒരു സ്വഭാവം എന്നിൽ പ്രകടമായപ്പോഴ് എനിക്ക് നേരെ വിമർശനങ്ങൾ ഉന്നയിച്ച സഹോദരാ, യാ ലാഇമി ഫിൽ ഹബൽ ഉദ്രി മഹദിറതൻ. ഞാനൊരു കാര്യം പറയട്ടെ, മഹദിറതൻ മിന്നി, ഞാനൊരു കാരണം നിങ്ങളോട് പറയാം. എന്താണത്? യാ ലാഹിമി ഫിൽ ഹബൽ ഉദ്രി മഹദിറതൻ മിന്നി ഇലൈക വലു അൻസഫ്തലം തലനി. ഞാൻ പറയുന്ന കാര്യം നിഷ്കളങ്കമായാണ് നീ കേൾക്കുന്നതെങ്കിൽ, പക്ഷഭേദം കൂടാതെയാണ് നീ കേൾക്കുന്നതെങ്കിൽ, എന്റെ പക്ഷത്തും നിന്റെ പക്ഷത്തും നിൽക്കാതെ നിഷ്പക്ഷനായിട്ടാണ് നീ കേൾക്കുന്നതെങ്കിൽ നീ എന്നെ കുറ്റം പറയാൻ സാധ്യതയില്ല. എനിക്കൊന്നും മറച്ചു വെക്കാനില്ല, പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാണ്ട്. എന്ത്? എന്താണ്? ഈ രോഗം ഉണ്ടാക്കിയതല്ല കുട്ടി, ഉണ്ടായിപ്പോയതാണ്. ഈ ഭ്രാന്ത് ഉണ്ടാക്കിയതല്ല, പിന്നെ ഉണ്ടായിപ്പോയതാണ്. അങ്ങനെയാണ് ഞങ്ങൾ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. ഞാൻ വാങ്ങിയെടുത്തതല്ല കുട്ടി, എനിക്കുണ്ടായിപ്പോയതാണ്. അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള സ്നേഹം കാരണം ലോകം വിസ്മരിച്ചു പോവുക എന്നത്, ജീവിതം മറന്നു പോവുക എന്നത്, ഭക്ഷണം മറന്നു പോവുക എന്നത്, വെള്ളം മറന്നു പോവുക എന്നത്, കാറ്റും മഴയും ചൂടും തണുപ്പും മറന്നു പോവുക എന്നത് ഒരു രോഗമാണെന്നിരിക്കാം. പക്ഷെ അങ്ങനെ ഒരു രോഗം ഉണ്ടാക്കാനാവില്ല, അത് ഉണ്ടായി പോകുന്നതാണ്. കുറെ മസ്താമാർ പോണ്ടാവും, ഒന്നും പറയാൻ നിൽക്കരുത്. പക്ഷെ അവരോട് സഹവസിച്ചാൽ ഈ സഹവാസത്തിന്റെ പുണ്യം കിട്ടും. അവരോട് സഹവസിച്ചാൽ സഹവാസത്തിന്റെ പുണ്യം കിട്ടും. അവരുടെ വാക്കുകൾ എന്ന് പറയുമ്പോഴേ ഞാൻ പറഞ്ഞല്ലോ, ആ രോഗമാണ്, അത് നിങ്ങൾ ശറഇന്റെ മീസാനിൽ തൂക്കി പറ്റിയതെടുത്താൽ മതി. ആര് പറഞ്ഞാലും അങ്ങനെ തന്നെ. ഇത് വലിയ കാമിലായ മര്യാദ. അയാൾ ശറഇൽ പറഞ്ഞതിന് വിരുദ്ധമായിട്ടൊരു കാര്യം പറഞ്ഞാൽ അത് സബഹാത്തുൽ ഔലിയ എന്ന് നമ്മൾ പറയുള്ളൂ. ശ്രദ്ധിക്കാതെ പറഞ്ഞു പോയില്ലേ പറയുള്ളൂ. അവരെ സ്ഥാനത്തെ ബഹുമാനിച്ചിട്ട് നമ്മൾ വിമർശിക്കുന്നില്ല. എന്നാൽ
ആ പറഞ്ഞ കാര്യത്തിൽ ഉൾപ്പെടുത്താൻ നമുക്ക് പറ്റൂല. ഞാൻ പറഞ്ഞു വരുന്നത് ഈ സഹവാസത്തിന്റെ വലിയ ലോകത്തെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. സമയത്തെ കളഞ്ഞേക്കരുത്, സമയം കളഞ്ഞേക്കരുത്. ബഹുമാനപ്പെട്ട തങ്ങൾ അപ്പൊ ഇതില് ഈ ലോകം ഉണ്ടാക്കുന്നതല്ല, ഉണ്ടായിപ്പോകുന്നത്. അവരുമായിട്ടും സഹവസിക്കാം. നമുക്ക് ഈ സഹവാസം കൊണ്ടുണ്ടാകുന്ന ഗുണമതാണ്. ഇതിൽ യാതൊരു വ്യത്യാസം. മരിച്ചവരും മസ്തായവരും സഹവിലുള്ളവരും ആരാണെങ്കിലും അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരോട് സഹവസിക്കുമ്പോൾ ഒരു പ്രത്യേകമായ ഫൈബ് അവരിൽ നിന്നുണ്ടാകും. ഞാൻ ഉദാഹരണം ഇങ്ങനെ ബഹുമാനപ്പെട്ട ഖാലിദ് ബിൻ വലീദ് സയ്യിദുന അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധ ഹദറത്തിലേക്ക് ഇങ്ങനെ വരികയാണ്. ഹുദൈബിയ സന്ധിക്കും ശേഷം ഖാലിദ് ബിൻ വലീദ് എന്നവർ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? റളിയല്ലാഹു അൻഹു ആരാണ്? ഇസ്ലാമിക മറുപക്ഷത്തിൽ നിന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അധികം വിശേഷിപ്പിച്ച പടനായകനാണ്. ഉഹദിൽ ചിതറിയോടിയ ശത്രു സൈന്യത്തെ രണ്ടാമത് സമാഹരിച്ച് സഹാബത്തിനിടയിൽ മരണം വിതറിയ പടയാളിയാണ് ഖാലിദ് ബിൻ വലീദ്. ഇത്രയും കരുത്തനായ ശത്രു വാൾ പിടിച്ചിങ്ങനെ വരിക. അദ്ദേഹത്തിന്റെ അരയിൽ വാളിന്റെ മദീന പള്ളിയിലേക്ക് ഇങ്ങനെ കടന്നു വരും. ഖാലിദ് റളിയല്ലാഹു അൻഹു നല്ല ഖാലിദ് നല്ലതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവർ എന്ന് പറഞ്ഞുകൊണ്ട് സഹാബത്ത് റളിയല്ലാഹു അൻഹു അടുത്തേക്ക് ഓടി. ഇതുവരെ പരാജയപ്പെട്ട തന്ത്രം സ്വയം നടപ്പിലാക്കാൻ വന്നതാണോ വലീദിന്റെ മകനെന്ന് സഹാബത്ത് റളിയല്ലാഹു അൻഹു ന്യായമായി സംശയിച്ചു. മനസ്സിലാവുന്നുണ്ടോ? ഖാലിദ് ഇബ്നു വലീദ് എന്നവർ അഷ്റഫുൽ വറാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിൽ വന്ന അവിടുത്തെ പരിശുദ്ധമായ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്നക യാ മുഹമ്മദ് റസൂലുള്ളാഹ്. ഇതാ വേറൊന്നും ചെയ്തിട്ടില്ല. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യദാ ഖാലിദ് ഇബ്നു വലീദിന് ഒരു സ്ഥാനം നൽകുകയാണ്. ഇന്നക യാ ഖാലിദു സൈഫുല്ലാഹിൽ മസ്ലൂൽ. ഓ ഖാലിദേ, നിങ്ങൾ അല്ലാഹുവിന്റെ ഊരിപ്പിടിച്ച വാളാണ്. സൈഫുല്ലാഹ് ടൈറ്റിൽ കിട്ടി. സൈഫുല്ലാഹ് അരിയിലുള്ള വാളാണ്. സഹാബത്ത് റളിയല്ലാഹു അൻഹുവിന്റെ രക്തം കട്ടപിടിച്ച വാളാണ് ഖാലിദിന്റെ അരയിൽ കിടക്കുന്നതെങ്കിലും മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിടിച്ചു നൽകിയ ഓമനപ്പേര്, സ്ഥാനപ്പേര്, അലങ്കാരത്തിന്റെ പേര്, ചരിത്രം പിന്നീട് എപ്പോഴും രേഖപ്പെടുത്തിയ പേര് സൈഫുല്ലാഹ് ഖാലിദ് ബിൻ വലീദ് എന്നാണ്. മനസ്സിലാവുണ്ടോ? ഇതാണ് ഇതാണ് ഇവരിൽ ഇങ്ങനെയാണ് സ്ഥാനം. ഞാൻ ഇങ്ങനെ കുറെ ചൊല്ലി പറഞ്ഞൊന്നും കിട്ടിയില്ല. വേറൊരാളിങ്ങനെ വന്ന് പെട്ടെന്ന് അയാൾക്ക് കിട്ടി. എങ്ങനെ? ബഹുമാനപ്പെട്ട ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം മഹാൻ കൊള്ളക്കാരനായിരുന്നു.
കൊള്ള നടത്തിങ്ങൾ തിരിച്ചു പോകുമ്പോഴാണ് അവിടുത്തെ ഷെയ്ഖിന്റെ ഖാൻഗാഹ് കാണുന്നത്. പുറത്തിരുന്നൊരു മനുഷ്യൻ സ്നേഹത്തോടെ വിളിക്കുന്നുണ്ട്, ഇവിടെ വരുക. ചെന്നപ്പോ പറഞ്ഞു, എന്താണ് ആ തേജസ്സുള്ള മുഖം? അതിനെ കണ്ടാൽ ഗൗരവം തോന്നൂല, ശാന്തഭാവം, ഗൗരവം തോന്നൂല. ഒരു അവർ പറഞ്ഞു, ഞങ്ങളെ പോലത്തെ ആളുകളെ അങ്ങേക്ക് പറ്റുമോ? ഞങ്ങളുടെ വാളുകളിൽ നിന്ന് ഉറ്റി വീഴുന്ന ചോരയല്ലേ പ്രഭു, ഞങ്ങളെ പോലത്തെ ആളുകൾ അങ്ങേക്ക് പറ്റുമോ? മഹാനുള്ള ആ വാള് വാങ്ങി വെച്ച് അവിടെ 24 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്ക് അവർക്ക് അബ്ദാലിങ്ങളുടെ മഖാമിനെ എത്തിച്ചു എന്ന് ചരിത്രം പറയുന്നുണ്ട്. മനസ്സിലാണോ നിങ്ങൾ പറയണത്? ഈ പ്രവർത്തനമാണ് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ എടുത്തു നടക്കുന്നത്. അവിടെ ചിലപ്പോൾ പ്രസംഗം ഉണ്ടാവില്ല, എഴുത്തുണ്ടാവില്ല, വായന ഉണ്ടാവില്ല. ഉണ്ടായിക്കൂടാന്നില്ല, ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. പക്ഷെ പ്രസംഗം എഴുത്തും വായനയ്ക്ക് വേറൊരു ഫലാണ്, ഇത് വേറൊരു ഫലാണ്. തെളിവാണ് പറയാം. لقد من الله على المؤمنين إذ بعث فيهم رسولا منهم. അല്ലാഹു മുഅ്മിനീങ്ങളോട് പ്രത്യേകമായ കരുണ ചെയ്തു. എന്താണ് കാരുണ്യം? إذ بعث فيهم رسولا منهم. മനുഷ്യരിൽപ്പെട്ടൊരു പ്രവാചകനെ അല്ലാഹു നിയോഗിച്ചുകൊണ്ട് മുഅ്മിനീങ്ങളോട് പ്രത്യേകമായ അനുഗ്രഹം ചെയ്തു. എന്നിട്ടെന്താ? യുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത. യുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത. എന്താണ് പ്രവാചകന്റെ ജോലി? യുസക്കീഹിം, അവരെ തസ്കിയത്ത് ചെയ്യും. ഈ തസ്കിയത്ത് ചെയ്യാൻ എന്താ ചെയ്യുമ്പോ എന്താ പറയാ? മുസക്കി. ആ മുസക്കി എന്ന ലഫ്ദിന്റെ മുതറാദിഫായ മറ്റൊരു പദമാണ് മുറബി. രണ്ടൊരു പ്രയോഗമാണ്. യുസക്കീഹിം, അവരെ തസ്കിയത്ത് ചെയ്യും. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത, അവർക്ക് കിതാബും ഹിക്മത്തും പഠിപ്പിക്കുകയും ചെയ്യും. ഇതാണ് പ്രവാചകന്റെ ജോലി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ജോലി പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ചൊരു ജോലിയായിരുന്നു എന്ത്? തസ്കിയത്ത്, തഅലീം. ഇങ്ങനെ തസ്കിയത്ത്, തഅലീം. മനസ്സിലായില്ല? തസ്കിയത്ത്, തഅലീം. എങ്ങനെ പറയാം? യുസക്കീഹിം വയുഅല്ലിമുഹും. എങ്ങനെ പറയാം? ജാഅ മുഹമ്മദ് അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞത് മുഹമ്മദ് അബ്ദുറഹ്മാൻ വന്നു അല്ലേ? ജാഅ മുഹമ്മദുൻ വ അബ്ദുറഹ്മാൻ എന്നാണോ? മുഹമ്മദും അബ്ദുറഹ്മാനും വന്നു. ഇന്ന തഅത്തുഫ ബിൽ ബാബി യത്ലുബുൽ മുഗായറത എന്നാണ് സുന്ന. ഇതേപോലെ യുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത എന്ന് പറഞ്ഞാൽ തസ്കിയത്ത് ചെയ്യുകയും കിതാബും ഹിക്മത്തും പഠിപ്പിക്കുകയും ചെയ്യും. അതിനിപ്പോൾ ഉദാഹരണം ഞാൻ ഈ പറഞ്ഞ രണ്ട് ചരിത്രങ്ങൾ എത്തിച്ചാൽ മതി. ഒന്ന് ഖാലിദ് ബിൻ വലീദ് എന്നവരുടെ ചരിത്രം, രണ്ടാമത് ബഹുമാനപ്പെട്ട ഉബയ്യ് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു അവരുടെ ചരിത്രം. ഇതൊക്കെ തസ്കിയത്തിന്റെ ചരിത്രമാണ്. ഉമർ ബിൻ ഖത്താബ് എന്നവരുടെ ചരിത്രം, അങ്ങനെ 100 കണക്കിന് ചരിത്രങ്ങളുണ്ട്. മനസ്സിലായില്ലേ? ഇതൊക്കെ എന്താണ്? തസ്കിയത്തിന്റെ ചരിത്രങ്ങളാണ്. അവിടെ ഒരു തഅലീം നടന്നിട്ടില്ല, ഒരു പ്രഭാഷണം നടന്നിട്ടില്ല, ഒരു ക്ലാസ് നടന്നിട്ടില്ല, ഒരു പാഠഭേദങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. അവർക്ക് അല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാനം നൽകിയിട്ടുണ്ട്. അപ്പൊ മനസ്സിലായോ? ഈ അതിന്റെ പരമ്പര. അപ്പൊ നമുക്ക് ഇൽമ് പഠിപ്പിക്കാനുള്ള ലാഹിരിയായ ഇൽമുകൾ പഠിപ്പിക്കുന്ന, ശർഈയായ ഇൽമുകൾ പഠിപ്പിക്കുന്ന ഗുരു പരമ്പരകൾ നിലനിൽക്കുന്നത് പോലെ തന്നെ ആത്മീയ വിദ്യാഭ്യാസം പഠിപ്പിക്കുന്ന, തസ്കിയത്ത് നിർവഹിക്കുന്ന മഹാന്മാരായ മശായിഖന്മാരുടെ പരമ്പരയും നിലനിൽക്കുന്നുണ്ട്. ഒന്നിനെ മുഅല്ലിം എന്നും മറ്റൊന്നിനെ മുസക്കി എന്നും പറയും.
ഇത് രണ്ടും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ വാരിസീങ്ങളാണ്. അല്ലാഹുവിന്റെ പ്രവാചകരുടെ അനന്തരാവകാശികളാണ്. ഒരിക്കലും ഇൽമു പഠിപ്പിക്കുന്ന ഉലമാക്കന്മാരുടെ സ്ഥാനം കുറവല്ല. തഹ്ലീമുഹു ലില്ലാഹി ഖൈറു ഇബാദതി വഖിലഫതു വബറസതു വതബസ്സുലാ. ശൈഖ് സൈനുദ്ദീൻ മഖ്ദൂം അൽ-മഅ്ദരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, തഹ്ലീമുഹു ലില്ലാഹി ഖൈറു ഇബാദ. അല്ലാഹുവിന് വേണ്ടി ഇൽമു പഠിപ്പിക്കുക എന്നത് ഏറ്റവും ഖൈറായ ഇബാദത്താണ്. തഅലീമുഹു ലില്ലാഹി ഖൈറു ഇബാദതി വബറാസതും വഖിലാഫതും വതബസ്സുല. ഖൈറായ ഇബാദത്താണെന്ന് മാത്രമല്ല, അത് നുബുവത്തിന്റെ അനന്തരാവകാശമാണ്. മറ്റെല്ലാ ആത്മീയമായ ഖിലാഫത്തുമാണ്. അത് മാത്രം അല്ലാഹുവിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു വസീലയുമാണ്. റുഖറവിയായ ആലിമിനെ ശൈഖിനെ കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു കുറവ് വരാനില്ല. അത് തന്നെ ഒരു വസീലയാണ്. അത് തന്നെ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അവൻ അടുപ്പിക്കുന്നതാണ്. മനസ്സിലാവുണ്ടോ? അങ്ങനെ ചില ആളുകൾ പ്രസംഗിക്കുന്നുണ്ടത്രേ, പറയുന്നുണ്ടത്രേ, ശൈഖന്മാരെ ബൈഅത്ത് ചെയ്തിട്ടില്ലെങ്കിൽ ഈമാൻ പൂർത്തിയാവില്ലെന്നൊക്കെ. അതൊക്കെ ഒരു വർത്താനാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതൊക്കെ ഒരു അബദ്ധം പറച്ചിലാണ്. ആലുവാപ്പുഴയിൽ അക്കരയും ഇക്കരയും ഇപ്പൊ ചില ഗ്രാമങ്ങളിലൊക്കെ അങ്ങനത്തെ പുസ്തകം കേട്ടുവരുന്നുണ്ട്. ഇൽമില്ലാത്തവന്റെ നാവിൽ നിന്ന് എന്തും വരാം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇൽമു പഠിപ്പിച്ച് അതനുസരിച്ച് ജീവിച്ചു ഖറവിയായ ആയിരക്കണക്കിന് ഉലമാക്കന്മാർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഇനിയും അല്ലാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തുമാറാവട്ടെ. മുതഅല്ലിമീങ്ങൾക്കും ഉലമാക്കൾക്കും അല്ലാഹു പ്രത്യേക ദർജ കൊടുത്തിട്ടുണ്ട്. ഇൽമുള്ളത് കൊണ്ട് കാര്യമില്ലാതല്ല, ഇൽമു പഠിപ്പിക്കലും പഠിക്കലും ഖൈറായ ഇബാദത്ത് തന്നെ. മനസ്സിലായില്ലേ? ഇപ്പൊ ഞാൻ പറഞ്ഞത് അത് മുഅല്ലിം എന്നാ പറയാം. ഈ ജോലി നിർവഹിക്കുന്ന ആളുകളുടെ പേര് മുസക്കി മുറബീനാണ്. ആ കൂട്ടത്തിൽപ്പെട്ടൊരു മഹാനാണ് ഇവിടെ മറവ് ചെയ്യപ്പെട്ടത്. അല്ലാഹു ഖൈർ നമുക്ക് നൽകുമാറാവട്ടെ. നിങ്ങൾ ഈ സദസ്സിലിരിക്കുന്നു, രക്ഷപ്പെടണമെന്നൊരു മോഹം മാത്രം മനസ്സിലുണ്ടാവുക. ഒന്ന് തുറക്കപ്പെട്ടാൽ മതി. ഇത് ഒരു കോടിക്കണക്കിനൊന്നും വേണ്ടി, ഒരുപാട് ഒരുപാട് വേണ്ട. ബഹുമാനപ്പെട്ട ഖാജാ മഹ്ബൂബെ ഇലാഹി നിസാമുദ്ദീൻ ഔലിയ ഖദ്ദസല്ലാഹു സിർറഹു ഒരു പ്രത്യേക യോദ്ധാവായി അദ്ദേഹം പാറപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അതിനെയാണ് ബാബാ ഫരീദുദ്ദീൻ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് നടന്നു പോണത്. അപ്പൊ അദ്ദേഹത്തെ കാണുമ്പോഴേ ആളുകളൊന്ന് ബഹുമാനിക്കണം എന്നാണ് നിസാമുദ്ദീൻ ഔലിയയുടെ അതിൽ പ്രത്യേകത. ഞാൻ പറഞ്ഞ അത്ര ഒരു പ്രതലത്തിലുള്ള ജീവിതമാണ്. കുറെ ഗുണ്ടകൾ കൂടെയുണ്ട്, കുറെ ആയുധങ്ങളുണ്ട്, കുറെ ഒരു ഗ്രാമത്തിന്റെ സംരക്ഷണം ഉണ്ട്, അവർക്ക് ഭക്ഷണം കൊടുക്കണം, അതിന് പോണ ആളുകളെ സയ്യിദാണ്. പക്ഷെ മൂപ്പരെ കാണുമെന്ന് ബഹുമാനിക്കണം. ബാബാ ഫരീദുദ്ദീൻ കഞ്ചുശങ്കർ രാജകുടുംബത്തിൽപ്പെട്ട ആളാണ്. ഖാജാ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹുവിന്റെ ഖലീഫയാണ്. അവിടുത്തെ സഹായത്തിന് വേണ്ടി സുൽത്താനുൽ ഹിന്ദ് ഖാജാ ഔസുൽ ആലം ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് പറഞ്ഞയച്ചു കൊടുത്ത ആളാണ്. ബഗ്ദാദിലെ രാജകുടുംബത്തിൽപ്പെട്ട ആളാണ്. ശക്തനായ യോദ്ധാവാണ്. പതിരാജ് ചൗഹാനെതിരെയുള്ള അജ്മീർ ഖാജാ തങ്ങളുടെ യുദ്ധത്തിലെ പടനായകനാണ്. പേരെടുത്ത യോദ്ധാവാണ്. അത്ര മോശക്കാരൊന്നുമില്ല അവരാരും. ഇപ്പോ പാകിസ്ഥാനിലെ കറാച്ചിക്കടുത്ത് ഫരീദാബാദിലാണ് മഹാനവരുടെ മസാറുള്ളത്. അല്ലാഹു അവരുടെ ഫൈദും റഹ്മത്തും നമുക്ക് നൽകുമാറാവട്ടെ. അപ്പോ ഇങ്ങനെ പോകുമ്പോ ആ തലയിക്കെട്ടിൽ കെട്ടി, നമ്മളെ മുമ്പ് കൂടി ഇങ്ങനെ തലയിക്കെട്ടി കെട്ടാതെ കെട്ടി പോവേ ധിക്കാരം. ബാബാ ഫരീദുദ്ദീൻ തങ്ങളെ തലയിക്കെട്ട് വലിച്ചെടുത്തു ബാബാ നിസാമുദ്ദീൻ. തിരിഞ്ഞു നോക്കി. ആ നോട്ടത്തിൽ അറിയാത്തൊരു മനുഷ്യണ്ടാവില്ല. ആ തലയിൽ വെച്ചു അവിടെ നോട്ടെ. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ആയത്തും ഹദീസും ഓതി കൊടുത്തിട്ടില്ല, ദിക്ർ പറഞ്ഞു കൊടുത്തിട്ടില്ല, സ്വലാത്ത് പറഞ്ഞു കൊടുത്തിട്ടില്ല. ബാബാ ഫരീദുദ്ദീൻ വഴിക്ക് അങ്ങനെ പോയി. ഈ മനുഷ്യൻ എല്ലാ ലോകവും കണ്ട് ഇവിടെ നിന്നതാണ്. അനങ്ങാതെ ചലിക്കാതെ ഇളകാതെ ഒരു വർഷം
ഒരു മുസക്കി തൊട്ടതാണ് ഒരു വർഷം, ഒരു മുറബി തൊട്ടതാണ് ഒരു വർഷം. ആരെങ്കിലും വെള്ളം കൊടുത്താൽ കുടിക്കും, ഭക്ഷണം കഴിച്ചാൽ കഴിക്കും. ഈ നൃത്തമാണ്. ചുറ്റും പുല്ലുകൾ വളർന്നുണ്ടാകും. ഈ സഹായികൾ ചുറ്റും നിൽക്കുന്നു. ബാബ ആ നൃത്തം നിൽക്കണം. ഈ തലപ്പാവ് തലയിൽ വെച്ച് ഒരു വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും വന്നു. അതിലൂടെ ബാബ ഖുതുബുദ്ദീൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ബാബ ഫരീദുദ്ദീൻ റളിയല്ലാഹു അൻഹു സുൽത്താനുൽ ഹിന്ദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് യാത്ര ചെയ്യാണ്. ആ യാത്രാപഥത്തിലൂടെ വീണ്ടും വന്നു. മനുഷ്യങ്ങനെ നിൽക്കുന്നുണ്ട്. അയാളെ മെല്ലെ വിളിച്ചു. തലപ്പാവ് ഇട്ട് പോയി. മനസ്സിലാവുണ്ടോ? വരൂ. നേരെ പോയി അജ്മീർ ഇവിടെ ചെന്നു. മഹാനവറുകൾ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോഴേ ബാബ നിസാമുദ്ദീൻ ഔലിയ പറഞ്ഞു, ഇന്ന് ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം ഭക്ഷണം. പക്ഷേ സുൽത്താൻ റളിയല്ലാഹു അൻഹുവിന്റെ ആ തജല്ലിയും കണ്ടെങ്ങനെ നിന്നു ബഹുമാനപ്പെട്ട ബാബ നിസാമുദ്ദീൻ ഔലിയ. ആയിരക്കണക്കിന് ആളുകളുണ്ട്. ഭക്ഷണമായിട്ടില്ല. ആ മസാറിന്റെ മുമ്പിൽ ഇന്നും നിൽക്കുന്ന വൃക്ഷത്തിന്റെ പൊത്തിൽ നിന്ന് ഓരോരുത്തർക്ക് ആവശ്യമുള്ള ഭക്ഷണം ഇങ്ങനെ എടുത്തു കൊടുത്തു. ബാബ സയ്യിദ് നിസാമുദ്ദീൻ ഔലിയ മനസ്സിലാണോ? ഇതാ മുസക്കി തൊട്ടാലുള്ള ഗുണം. ഞാൻ ചോദിക്കുന്നത് എന്താ സംഭവിക്കാത്തതെന്ന് ചോദിച്ചാൽ ഈ വല്ല ലക്ഷ്യവും നമുക്ക് ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളതാണ്. ഈ ഒരു ലക്ഷ്യത്തിന് ഈമാൻ സലാമത്താവണമെന്ന് കരുതി, രക്ഷപ്പെടണമെന്ന് കരുതി, ആഖിറം ലഭിക്കണമെന്ന് കരുതി തങ്ങളുടെ പരിശുദ്ധ സാന്നിധ്യം അടയണമെന്ന് കരുതി എവിടെയാ നമ്മൾ പോയത്? ആരെയാ നമ്മൾ കണ്ടത്? എന്താ നമ്മൾ ചെയ്തത്? അപ്പോഴേക്ക് വന്നില്ലേ ദുനിയ, അപ്പോഴേക്ക് വന്നില്ലേ ഭൗതികത, അപ്പോഴേക്ക് വന്നില്ലേ സ്ഥാനമോഹങ്ങൾ, അപ്പോഴേക്ക് വന്നില്ലേ അഹങ്കാരം, അപ്പോഴേക്ക് വന്നില്ലയോ വേണ്ടാത്തതൊക്കെയും വരുന്നു, വേണ്ടുന്നതൊന്നും വരുന്നില്ല. ഇതാണ് ഇന്നത്തെ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ രഹസ്യം. പടച്ചറബ് നമുക്ക് സലാം. ഇതാണ് പ്രസംഗത്തിന്റെ അകത്ത്. നിങ്ങളോട് ഒരുപാട് വാലിനെ പറ്റി പറയുന്നില്ല. തങ്ങളിലൂടെ നമുക്ക് ദുആ ചെയ്ത് പിരിയണം. ലക്ഷ്യം വളരെ നിർണ്ണയിക്കപ്പെടണം. ഇത് കുറഞ്ഞ സമയം, ഒരുപാട് സമയം ജീവിക്കുന്നതെന്നല്ല നമ്മളാണ്. ആർക്കെപ്പോഴെങ്ങനെ ഏത് എങ്ങൊന്നും പറയാൻ പറ്റില്ല. ആയിരക്കണക്കിന് സുജൂദുകൾ നിർവഹിക്കപ്പെട്ട മനുഷ്യൻ അയാളുടെ ഏടൽ നോക്കുമ്പോഴേ അള്ളാഹു സ്വീകരിച്ചു എന്ന് ഉറപ്പുള്ള ഒരു സുജൂദുണ്ടോ? ഒരുപാട് സുബ്ഹാനല്ലാഹ് പറഞ്ഞതാണ്. അള്ളാഹുവിന്റെ സമ്പൂർണ്ണത മനസ്സിലാക്കി ഒരു സുബ്ഹാനല്ലാഹ് പറഞ്ഞിട്ടുണ്ടോ? ഒരുപാട് സ്വലാത്ത് ചൊല്ലിയവരാൾ സിയാറത്തിന് പകരമായ ഒരു സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധ ഹദ്റത്തിലേക്ക് പറന്നു പോകും. ആത്മാവ് സ്വലാത്ത് ചൊല്ലുമ്പോൾ സല്ലല്ലാഹു അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിന് പകരമായ ഒരു അദബിൽ സ്വലാത്ത് ചൊല്ലപ്പെട്ടിട്ടുണ്ട്. ഒരു മനുഷ്യന്റെ അഹങ്കാരം കണ്ടാൽ ഞെട്ടിപ്പോകും. അവരെ മറ തീർത്ത് നിങ്ങൾക്ക് അവരെ കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ആ ജാടകൾക്കുള്ളിലുള്ള മനുഷ്യന്മാരുടെ മറ തീർത്ത് നിങ്ങൾക്ക് അവരെ കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഭയപ്പെട്ടോടുമാണ്. എന്തുണ്ടായിട്ടാണ്, എന്ത് കിട്ടിയിട്ടാ? ഇവിടെ നല്ലൊരു മനുഷ്യനുണ്ട്, നല്ല മുറബികൾ. ഇതിന് നടക്കാൻ പേടിയാണ്. നോക്കുന്നിടത്തൊക്കെ തലയിലാണ്. നടക്കുന്നിടത്തും നിൽക്കുന്നിടത്തും മുഴുവനും അല്ലാഹുവിന്റെ ആരിഫീങ്ങളാണ്. ഇതിന് നടക്കുമ്പോഴൊക്കെ സൂക്ഷിക്കണം. അവരോടൊക്കെ ബഹുമാനവും ആദരവും ഉണ്ടാവണം. അവരുമായ പരിചയം ഉണ്ടാവണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇനിയുള്ള എല്ലാ പരിപാടികളിലും എല്ലാവരും സഹകരിക്കണം. ഇവിടെ അല്ലാഹു ഈ സ്ഥലം, ഈ ആരിഫീങ്ങൾ നിന്ന ഈ പുണ്യമായ മണ്ണിനെ ഒരു ഇൽമിന്റെയും തസവ്വുഫിന്റെയും മണ്ണാക്കി മാറ്റുമാറാവട്ടെ. എപ്പോഴും ഇൽമ പഠിപ്പിക്കുന്ന മുതഅല്ലിമീങ്ങളെ, പഠിക്കുന്ന മുതഅല്ലിമീങ്ങളെ, ഉഖ്റബിയായ ഉലമാക്കളെ അല്ലാഹു ഈ നാട്ടിൽ നൽകുമാറാവട്ടെ. ഉയർത്തിക്കൊണ്ടുവരണം. നമ്മളെല്ലാത്തിനെയും ഇൽമില്ല ഒരു കാര്യം നടക്കാൻ പോലില്ല. ഈ ഭാഗത്തെല്ലാവരും രക്ഷയില്ല. ഇപ്പൊ വേറെ പല കാര്യങ്ങളും ഇപ്പൊ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ ദിവസവും മുഅ്മിനീങ്ങളുടെ ഈമാനിന്റെ ശക്തി കുറഞ്ഞു വരികയാണ്. നമ്മളെ പഠിച്ചാൽ മതി. ഇന്നലെയിലെ ഞാനും ഇന്നുള്ള ഞാനും, കഴിഞ്ഞ വർഷത്തെ ഞാനും ഈ വർഷത്തെ ഞാനും ഞാൻ പഠിച്ചാൽ മതി. അപ്പോഴെനിക്ക് മനസ്സിലാകും ബഹളവും ആൾക്കൂട്ടവും അവസാനിക്കുന്ന
അംഗീകാരവും സമ്പദ് സമൃദ്ധിയും നഷ്ടമാകുന്ന ഖബറിൽ ചെരിഞ്ഞു കിടക്കുന്ന ഒരു ദിവസത്തെ നമ്മളെല്ലാവരും ഓർത്തിരിക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പാവപ്പെട്ട നമുക്ക് മഹാനായ ശൈഖുകളുടെ ഹക്ക് കൊണ്ട് എല്ലാ ദോഷങ്ങളും പൊറുക്കുമാറാവട്ടെ. ഞങ്ങളോട് ഏറ്റവും അധികം റഹ്മത്ത് ചെയ്യണേ തമ്പുരാനെ. ഇവിടെ മറവ് ചെയ്യപ്പെട്ട ഔലിയാക്കന്മാരുടെ ഹക്ക് കൊണ്ട് ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും പൊറുക്കണേ റഹ്മാനെ. എല്ലാ ചെറുദോഷങ്ങളും പൊറുക്കണേ റഹ്മാനെ. എല്ലാ രോഗങ്ങളും ശിഫയാക്കണേ തമ്പുരാനെ. പടച്ചറബേ നാഫിയായിൽമിനെ ഔദാര്യമായി നൽകണേ റഹ്മാനെ. ഇബാദത്തിനുള്ള തൗഫീഖിനെ ഔദാര്യമായി നൽകണേ റഹ്മാനെ. പടച്ചറബേ ഞങ്ങളോട് എപ്പോഴും നീ റഹ്മത്ത് ചെയ്യണേ റഹ്മാനെ. اللهم أفدنا لما خلقتنا ولا تشغلنا بما تكفلتنا. اللهم لا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يخافك ولا يرحمنا. واعف عنا أيدي الكافرين والمنافقين والمبتدعين والحاسدين والمتكبرين. اللهم نجنا من فتنتهم ومن كيدهم ومن ظلمهم ومن سحرهم. اللهم ادفع عنا كل بلاء ومصيبة ومرض وإلة وكحة وشدة وآفة وحلقة ومكنة وفتنة وبؤس وضير. اللهم افتح لنا باب رحمتك وابواب مغفرتك يا رب العالمين. اللهم برحمتك أوصلنا إلى من تقدموا منا من مشايخنا. اللهم كن لنا كما كنت لهم. اللهم انصرنا كما نصرتهم. اللهم أيدنا كما أيدتهم. اللهم نبرنا بنورهم يا رب العالمين. اللهم يا من أنزل على عبده الكتاب ولم يجعل له عوجا علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا. الحمد لله على كل حال ونعوذ بالله من حال أهل النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. സഹോദരന്മാരെ, നമ്മുടെ സയ്യിദ് അവരുടെ നേതൃത്വത്തിലുള്ള ദിക്റും സ്വലാത്തും ദുആയൊക്കെ ഉണ്ട്. അതിനൊക്കെ ആത്മാർത്ഥമായിട്ട് ഇരുന്ന് നന്നാവാൻ വേണ്ടി നമ്മളെ അല്ലാഹു നന്നാക്കാൻ ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബം, മുസ്തഫ നബി തങ്ങളുടെ കുടുംബം എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിന്റെ നബിയിലേക്ക് അടുക്കാനുള്ള വഴിയാണ്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ നബിയ്യി ദരീഅതി വഹുമു ലദൈഹി വസീലതി അർജൂ ബിഹിം യുഅ്താ ഗദൻ ബിയദിൽ യമീനി സഹീഫതി. അല്ലാഹുവിന്റെ ഹബീബിന്റെ കുടുംബം എന്റെ ദരീഅത്താണ്. അവർ അല്ലാഹുവിലേക്കുള്ള എന്റെ വസീലയാണ്. അവരോടുള്ള മഹബത്ത് കാരണമായി നാളെ വലത് കൈയിൽ കിതാബ് നൽകപ്പെടുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞത് ആൽ നബിയിൽപ്പെട്ട ഖുറൈശിയിൽപ്പെട്ട ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. അഹ്ലു ബൈത്തിന്റെ മുന്നിൽ വെച്ച് ദുആ ചെയ്യുക, അവരോട് ദുആ ചെയ്യിപ്പിക്കുക, അവരുടെ ദിക്റിലും സ്വലാത്തിലും ദുആയിലും പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു വസീലയെ മുന്നിൽ വെക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളുടെ എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളും തീർത്തു തരുമാറാവട്ടെ. നമ്മുടെ സ്നേഹിതന്മാരിൽ പലരും മരണപ്പെട്ടവരുണ്ട്. അവരോടൊക്കെയും അല്ലാഹു പൊറുക്കുമാറാവട്ടെ. അവരോടും നമ്മളോടും അല്ലാഹു കണക്കില്ലാത്ത റഹ്മത്ത് ചെയ്യുമാറാവട്ടെ. രോഗികളായ നമ്മുടെ സഹോദരന്മാരുണ്ട്. റബ്ബേ, രോഗം നൽകിയ നീ അവർക്ക് ശിഫ നൽകണേ റഹ്മാനേ. ആഫിയത്ത് നൽകണേ റഹ്മാനേ. അവർക്ക് ദീർഘായുസ്സ് നൽകണേ റഹ്മാനേ. പാവപ്പെട്ട ഞങ്ങൾക്ക് എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും നീ നൽകണേ റഹ്മാനേ. കടം കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും കഷ്ടപ്പെടുന്നവരുണ്ട്. റബ്ബേ, നിന്റെ റഹ്മത്തിന്റെ വാതിൽ നീ തുറന്നു തരണേ റഹ്മാനേ. ഇൽമിന്റെ വാതിൽ തുറക്കണേ റഹ്മാനേ. പടച്ചറബേ, ഞങ്ങൾ ഓരോരുത്തരും മരണം കാത്ത് കിടക്കുന്നു. സൂഉൽ ഖദാഇൽ നിന്ന്, സൂഉൽ ഹിസാബിൽ നിന്ന്
നിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ മശായിഖിന്റെ ഹഖുകൾ നീ ഞങ്ങളെ കാക്കണേ